തുടങ്ങിക്കോ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വഹുദം വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ വമൻ ബിഹിസാനിൻ ഇലാ യൗമിദ്ദീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين آمين صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. സ്നേഹാദരവ് നിറഞ്ഞ ഈമാനുള്ള മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടുന്ന ഈ ഇരുത്തത്തെ വിശ്രമിക്കാൻ ഉച്ച നേരത്തെ വിശ്രമത്തിനെയൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളും അവന്റെ താക്കീതുകളും കേൾക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മളെ സ്നേഹാനിധിയായ റബ്ബുൽ ആലമീൻ കാരുണ്യത്തോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടിയിരുന്ന് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെ, അള്ളാഹുവിന്റെ കൽപ്പനയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയൊക്കെ പഠിച്ച് ദീൻ അനുസരിച്ച് ജീവിച്ചാൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് ഓരോ മുഅ്മിനാത്തുകളും അറിഞ്ഞിരിക്കണം. മെച്ചപ്പെട്ട ഇഹലോക ജീവിതവും ഉത്തമമായ പരലോക ജീവിതവും കാരുണ്യവാനായ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ദീൻ അനുസരിച്ച് ജീവിച്ചാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ജീവിതത്തിൽ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ ഉത്തമമായ പരലോക ജീവിതം കിട്ടും. മെച്ചപ്പെട്ട ഇഹലോക ജീവിതവും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ സ്നേഹവും നേടുവാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും അള്ളാഹു ഭാഗിച്ചു തന്ന ജീവിത വിഭവങ്ങളിൽ നിന്നെല്ലാം കൺകുളിർമയും മനസ്സിന് നല്ല സമാധാനവും ഒക്കെ അള്ളാഹു നൽകും. അറിഞ്ഞുകൊള്ളുക, അള്ളാഹുവിന്റെ സ്മരണ നിറഞ്ഞ ജീവിതം കൊണ്ട് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞത് അള്ളാഹു ആണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒത്തുകൂടൽ കൊണ്ട് ഒരു സമാധാനമായ ജീവിതം, ഇനി ബാക്കിയുള്ള ജീവിതം മുഴുവനും മരിക്കുന്ന അന്ന് വരെയും ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്ന അവസാന ദിവസം വരെയും അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാഴായി കളയാൻ ഒരു നിമിഷവും എനിക്കില്ല എന്ന നല്ല തിരിച്ചറിവിന്റെ ബോധം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഇനി ബാക്കിയുള്ള ജീവിതത്തിന്റെ ആരോഗ്യവും സമയവും അള്ളാഹു തന്ന സമ്പത്ത് എന്താണോ അള്ളാഹു കനിഞ്ഞരുളി നൽകിയിരിക്കുന്നത് അത് ചിലവഴിച്ചുകൊണ്ട് സ്വർഗത്തിലൊരിടം നേടിയെടുക്കാനുള്ള മഹാ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള എല്ലാ സാഹചര്യവും അള്ളാഹു നമുക്ക് ഒരുക്കി തരുമാറാകട്ടെ. സഹോദരിമാരെ, നമ്മൾ മഹത്തായ നല്ല മാസത്തിൽ അള്ളാഹു ആദരിച്ച, ഖുർആൻ ആദരിച്ച 4 മാസങ്ങളിൽ ഒരു മാസം ദുൽഹിജ്ജാണ്. ആ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ യൗമു തർവിയ ആണെന്ന് നിങ്ങൾ എല്ലാവരും പത്രത്തിൽ കണ്ടിട്ടുണ്ട്. നാളെ ഹാജിമാരെല്ലാം
മിനയിലേക്ക് പോകുന്നു എന്ന് അറിയിക്കുന്നുണ്ട്. അപ്പോ ശ്രേഷ്ഠമായ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ തുടങ്ങാൻ സമയമായിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മാലാഖമാർ അവന്റെ അനുമതി പ്രകാരം ദുനിയാവ് മുഴുവനും നന്മയുടെ ചിറക് വീശിക്കൊണ്ട് സത്യവിശ്വാസികൾ ഒന്ന് പതുക്കെ അള്ളാഹുലേക്ക് നടന്നു ചെന്നാൽ അമലിലേക്ക് ഓടിയെത്താൻ വെമ്പിക്കൊണ്ട് എല്ലാ സാഹചര്യവും ഒരുക്കിക്കൊണ്ട് മലക്കൾ റെഡിയായിരിക്കാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് നല്ല ഒരു കുടുംബജീവിതം, നല്ല ഒരു ഉമ്മയായി മാറാൻ പറ്റും. ഓരോ മക്കൾക്കും നല്ല ഈ ഇസ്മായിൽ നബിയുടെ പാരമ്പര്യത്തിൽ, ഇസ്മായിൽ നബിയുടെ അനുസരണാബോധത്തിൽ ജീവിക്കും ഓരോ കുട്ടിക്കും സാധിക്കും. ഓരോ ഉപ്പമാർക്കും ഇബ്രാഹിമിന്റെ മാതൃക പിൻപറ്റി ജീവിതം ധന്യമാക്കാൻ സാധിക്കും. സർവശക്തനായ കാരുണ്യവാനായ അള്ളാഹുവിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് പേര്, നമ്മുടെ ക്ലാസ്സിലുള്ള ആളുകൾ തന്നെ ഇപ്പൊ ഹജ്ജിന് പോയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നൊരു 10ഓളം പേര് ക്ലാസ്സിൽ നിന്ന് പോയിട്ടുണ്ട് ഹജ്ജിന്. അതീവ ലളിതമാണ് സഹോദരിമാരെ ഹജ്ജിന്റെ കർമ്മം. ഒരു സാധാരണ മുസ്ലിം നിത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിക്ർ ദുആകൾക്ക് പുറമെ ചെറിയ 1-2 ദുആക്കൾ മാത്രമേ ഹജ്ജിൻ്റെതോ ഉംറയുടേതോ ആയിട്ട് പ്രത്യേകം പഠിക്കേണ്ടതുള്ളൂ. പിന്നെ അത് തന്നെ നിർബന്ധമുള്ളതോ അത് ചൊല്ലിയില്ലെങ്കിൽ ഹജ്ജിന് ഭംഗം നേരിടുകയോ ഒന്നുമില്ല. പക്ഷേ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ. നിങ്ങൾ ഒരുപാട് വിഭവങ്ങൾ കയ്യിൽ കരുതിക്കോ, നിങ്ങൾ പോകുമ്പോ 10-45 ദിവസത്തേക്ക്. പക്ഷെ ഇന്ന ഖൈറ സാദി തഖ്വ, ഒരുക്ക സാധനങ്ങളിൽ തഖ്വ എന്നൊരു വിഭവം കൂടി ഉണ്ടായിരിക്കണമെന്ന് അള്ളാഹു നിബന്ധന വെച്ചു. അപ്പോൾ ഈ ഹജ്ജിന് പോകുന്ന ഓരോരുത്തരും സഫയിലും മറവയിലും ഒക്കെ എത്തിയാൽ, അള്ളാഹു ആദരിച്ച ഇടങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അള്ളാഹു ആദരിച്ച ഷാഇർ അള്ളാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ടുള്ളവർ ഈ ക്ലാസ്സിലുണ്ട് പലരും, അവർക്കെല്ലാം അറിയാൻ പറ്റും. ആ ഷാഇർ അള്ളാഹ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ, അള്ളാഹു ആദരിച്ച ചിഹ്നങ്ങൾ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം എത്തുമ്പോ കഅബയിലേക്ക് നോക്കി ദുആ ചെയ്യണം. ഇപ്പൊ സഫാ കുന്നിന്റെ മറുവാ കുന്നിന്റെ ഒക്കെ മുമ്പിൽ പോയാൽ ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ എന്ന ആയത്ത് ഓതണം. അതിന് പുറമെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു എന്ന ദുആയും കൂടി അഡീഷണൽ ചെല്ലേണ്ടതുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ ചെല്ലുന്ന പ്രാർത്ഥനകളാണ്. അപ്പോ ഓരോ ഹാജിമാരിലും ഉണ്ടാകേണ്ട ഗുണം, കാരണം ഹജ്ജിന് പോയിപ്പോ ഇപ്പം അതിനകത്തുള്ള ഫാസിലാത്ത എന്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹജ്ജിനെ പറ്റി പറയുന്നത്. അള്ളാഹു പരിശുദ്ധമായി പ്രഖ്യാപിച്ച പുണ്യഭൂമിയായ മക്കയിലാണ് താനെന്ന ബോധത്തോടെ, അള്ളാഹു പരിശുദ്ധമായി പ്രഖ്യാപിച്ച 1.25 ലക്ഷം പ്രവാചകന്മാരും നടന്ന, അള്ളാഹുവും ജിബ്രീലും മുഹമ്മദ് നബിയും കൂടി സംസാരിച്ച, ഖലീലുല്ലാഹി ഇബ്രാഹിമും കുടുംബവും സംഗമിച്ച ആ പുണ്യഭൂമിയിലാണ്, മക്കയിലാണ് താനെന്ന ബോധത്തോടെ, ആ ഒരു ആദരവോടെ തന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും എന്തെന്തെല്ലാം ആവശ്യമുണ്ടോ എല്ലാം സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്നു വെക്കുക. ഹൃദയത്തിന്റെ ഭാഷയിൽ അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാം തുറന്നു പറയുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഭാര്യ ഹാജർ, മകൻ ഇസ്മായിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതലായവരുടെ ജീവിതവേദിയായ പരിശുദ്ധമായ ഭൂമിയിലാണ് താനെന്ന ബോധം എപ്പോഴും ഹജ്ജ് ചെയ്യുന്ന ആളുകളുടെ ഹൃദയത്തിൽ, ആ മക്ക ഭൂമിയിലുള്ള ഇപ്പോൾ അധിവസിക്കുന്നവരുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇബ്രാഹിം നബി പണിത കഅബയാണ് തന്റെ തൊട്ടടുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന കർമ്മമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരലോക ജീവിത സൗഖ്യമായ സ്വർഗമാണ് എന്റെ ലക്ഷ്യം. ഈ 3 ചിന്ത എപ്പോഴും ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത കഅബയുടെ അടുത്താണ് ഞാന്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന കർമ്മമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരലോക ജീവിതത്തിന്റെ അന്തിമ സൗഖ്യമായ സ്വർഗമാണ് എന്റെ ഈ കർമ്മത്തിലൂടെയുള്ള എന്റെ ലക്ഷ്യം. ഈ ചിന്തയോടെ നിങ്ങൾക്കറിയാവുന്ന ഏത് ദുആയും ഹജ്ജിന്റെ ഏതവസരത്തിലും ചൊല്ലാം. പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ദുആയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാപമുക്തിയും പാപത്തിൽ നിന്നുള്ള മോചനവും സ്വർഗപ്രാപ്തി, സ്വർഗം നേടലും നരകവിമോചനം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നുള്ള ഹൃദയം തൊട്ടുള്ള പ്രാർത്ഥനയാണ്. സൃഷ്ടാവിന്റെ മുമ്പിൽ ഇത് 3ഉമാണ് പ്രാർത്ഥിക്കാനുള്ളത്. ഹജ്ജിന്റെ ഓരോ വേളയും ഇത്ര ലളിതമാണെന്ന് ഹജ്ജ് എന്ന് ഉൾക്കൊള്ളുകയാണ് ഓരോ ഹാജിയും. അല്ലാതെ ബേജാറെടുക്കരുത്, എങ്ങനെയാണെന്നൊന്നും ആരും ബേജാറാകേണ്ട കാര്യമില്ല. അള്ളാഹിന്റെ മക്ക വിജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും കേന്ദ്രമാണ് സഹോദരിമാരെ.
ഈ നാളുകളിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഈ ബലിപ്പെരുന്നാൾ ഈദുൽ അദ്ഹായില് ഈ സമർപ്പണത്തിന്റെ പരിപൂർണ സമർപ്പണമാണല്ലോ ഈ വലിയ പെരുന്നാൾ നമുക്ക് നൽകുന്ന മഹത്തായ സന്ദേശം. പരിപൂർണ ഒരു കുടുംബത്തിലെ ഉമ്മയും ഉപ്പയും മകനും പരിപൂർണമായ അള്ളാഹുവിനുള്ള സമർപ്പണം, ഒരിക്കലും മടുക്കാത്ത അനുഭൂതിയായി ഈ പെരുന്നാള് ഈ 3 പേരുടെ ചരിത്രത്തിൽ നിന്നും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പാഠം ഉൾക്കൊള്ളണം. വിശ്വാസികൾ ഈ വലിയ പെരുന്നാൾ, ഈ ബലിപ്പെരുന്നാളിന്റെ ഈ ഈദുൽ അദ്ഹായിലൂടെ കടന്നു പോകുമ്പോൾ ഹജ്ജിലൂടെയും ബലിപ്പെരുന്നാളിലൂടെയും ഇപ്പൊ നമ്മൾ എല്ലാരും വീട്ടിൽ മൃഗത്തിനെ വാങ്ങിച്ചു നിർത്തിയിട്ടുണ്ട്. അതില് ആ അറുക്കലിലൂടെയും അതുപോലെ തന്നെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജംറയിൽ എറിയുമ്പോൾ അപ്പോഴൊക്കെ നമ്മുടെ ആദർശ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം, അബുൽ അമ്പിയാക്കളുടെയൊക്കെ വാപ്പ, അള്ളാഹുവിന്റെ എല്ലാ പരീക്ഷയിലും A+ നേടിയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ ഓർമ്മിക്കുവാനും അദ്ദേഹത്തെ പഠിക്കുവാനും മാതൃകയാക്കുവാനും ശ്രമിക്കണം. ഓരോ ഉപ്പക്കും, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്കെല്ലാം ഉപ്പുണ്ട്, എല്ലാ ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും ഉപ്പുണ്ട്. ഓരോ ഉപ്പമാർക്കും ഓരോ ഗൃഹനാഥനും ഇബ്രാഹിമിൽ ഉത്തമമായ മാതൃകയുണ്ടെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഓരോ കുടുംബിനിക്കും ഹാജറ ബീവിയിൽ ഉത്തമമായ വ്യക്തമായ മാതൃകയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ കുട്ടീനെയൊക്കെ അറുക്കാനൊക്കെ ഇങ്ങനെ വിളിച്ചോണ്ട് വരുമ്പോ ആ കുട്ടി, ഉപ്പ ഞാൻ റെഡിയാണ് കേട്ടാ ഉപ്പ പിന്നെ എന്നെ ക്ഷമാശീലനായ ഒരു മകനായിട്ട് കാണും, ഉപ്പ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, പ്രവാചകന്മാർ കാണുന്ന സ്വപ്നം ഉപ്പ പ്രാക്ടിക്കലാക്കിക്കോ ആ കർമ്മം എന്നൊക്കെ പറയാൻ ആ കുഞ്ഞ് 9 വയസ്സുകാരൻ പ്രാപ്തിയാകണമെങ്കിൽ ഈ പ്രസവിച്ച പിഞ്ചു പൈതലിനെ കൊണ്ട് വിട്ടിട്ട് വാപ്പ പോയി ബാക്കി 8 വർഷക്കാലം ഉമ്മ നൽകിയ ട്രീറ്റാണ്, ഉമ്മ വളർത്തിയ തർബിയത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് തന്നെ നമ്മൾ പെണ്ണുങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും ആ കുടുംബിനിയായ ഹാജറ ബീവിയിൽ അഴകേറിയ മാതൃകയുണ്ട്. ഓരോ മക്കൾക്കും ഇസ്മായിൽ നബിയിൽ അഴകേറിയ ജീവിത മാതൃകയുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിയെ കുറിച്ച് നമ്മൾ ചെറുതായിട്ട് ഒരു ഓട്ട പ്രദർശനം നടത്തിയെങ്കിലും അറിഞ്ഞിരിക്കണം. കാരണം ഈ ബലിപ്പെരുന്നാൾ വെറും ആഘോഷത്തിന് മാത്രമുള്ളതല്ല. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പറയാൻ തുടങ്ങുമോ ഇനി ഇറച്ചിയാണ്, എല്ലാ വീട്ടിൽ നിന്ന് ഇറച്ചി വരുമോ, എന്റെ പൊന്നെ ഇറച്ചി പെരുന്നാൾ, അങ്ങനെ ഒരു വലിയ ഇറച്ചി കഴിക്കലും ബലി അറുക്കലും യാന്ത്രികമായ തക്ബീർ, അങ്ങനെ ഒരു ആഘോഷത്തിന് മാത്രമുള്ളതല്ല, ആത്മപരിശോധനയ്ക്കും കൂടിയുള്ള അവസരമാണ്. ഇബ്രാഹിം നബിയും ഹാജറും ഇസ്മായിലും അടക്കമുള്ള ആ ആദർശ കുടുംബം ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒട്ടേറെ ഉജ്ജ്വല മാതൃകൾ. പടച്ചോനെ, തുല്യതയില്ലാത്തൊരു മാതൃക ഈ ദുനിയാവിലെ നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ബാക്കി വെച്ചുകൊണ്ടിട്ടാണ് ആ മാതൃകാ കുടുംബം നമ്മളിൽ നിന്ന് യാത്രയായത്. ആ കുടുംബം എവിടെ നിൽക്കുന്നു, നമ്മുടെയൊക്കെ ഈമാന്റെ അവസ്ഥ എന്താണ്, നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിന്റെ അനുസരണമൊക്കെ നമുക്ക് എന്തെല്ലാം വീഴ്ചകളാണ്, അതൊക്കെ തിരുത്താനും ഓരോ ദുൽഹജ്ജിന്റെ പെരുന്നാളിനും നമുക്ക് തിരുത്തി ആ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ആ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റ അള്ളാണ് പറഞ്ഞത്. ആ ഇബ്രാഹിം നബി സൂറത്ത് ഹജ്ജില് നമ്മളോട് പറയുന്ന അനിത്തബഅ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ആ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് നിങ്ങൾ ഋജുമാനസനായി ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റ അള്ളാണ് നമ്മളോട് പറയുന്നത്. ആ ഇബ്രാഹിം നബിയുടെ ജീവിതചര്യ നമുക്ക് എന്ത് പാഠമാണ് കിട്ടിയതെന്ന് ആലോചിച്ച് വെക്കണം. ആലോചിച്ച് വെക്കാം, നമ്മുടെയൊക്കെ മക്കളെല്ലാം നമ്മൾ എല്ലാം പറഞ്ഞു കൊടുത്താണ് മെജോറിറ്റി കുട്ടികളെല്ലാം ഇത് ഇബ്രാഹിം നബി ഉപ്പാനും ഉമ്മാനെ അങ്ങോട്ട് പഠിപ്പിക്കുക. ഉപ്പാന്ന് വെച്ചാല് വെറും പൂജാരിയല്ലായിരുന്നു, ബിംബങ്ങളും കൂടെ ഉണ്ടാക്കുന്ന ആളായിരുന്നു. ഇത് ഉപ്പാടെ പേര് യാസർ എന്നും ഉമ്മാടെ പേര് അമീല എന്നുമാണ്. ആ 2 ദമ്പതികളും അള്ളാഹിന് പുറമെ സകല ആരാധകരെയും ആരാധിക്കുന്ന ആളായിരുന്നു. ഈ ചെറുപ്പത്തിലേ ഇബ്രാഹിം നബിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇബ്രാഹിം നബി ഉപ്പാനോട് പറയും, എന്തിനാ ഉപ്പാന്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി ഈ സാധനത്തിന് ഉപ്പ ആരാധിക്കണം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് മഹാദേഷ്യമാണ്. പക്ഷെ മോനോട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കിനാവ് കണ്ടോണ്ടിരിക്കുകയാണ്. കാരണം ആ നാട്ടിലെ ഈ പിന്നെ ദേവാലയത്തിലെ പുരോഹിതനായി, എനിക്ക് ശേഷം ഈ കർമ്മം ചെയ്യേണ്ട ഇവനാണ്, ഇവനെ നാട്ടുകാരെല്ലാം നല്ല വലിയ പൂജാരിയാക്കും എന്നെ പോലെ എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കഴിയുമ്പോഴാ അള്ളാഹു ഇബ്രാഹിം നബിയുടെ പ്രവാചകത്വം സ്വീകരിച്ച് അള്ളാഹു പ്രവാചകനാക്കി ചെറിയ പ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നബിയായ പ്രവാചകത്വം കിട്ടിയ ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. ഇതൊക്കെ നമ്മൾ സന്ദർഭോചിതമായി മനസ്സിലാക്കി വെക്കണം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ചെറു പ്രായത്തിൽ തന്നെ എന്തെന്തെല്ലാം നല്ല ചിന്തകളാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഈ ജനതയെ എങ്ങനെ രക്ഷിക്കാം, ഈ ജനതയോട് ഇങ്ങനെ പറയും. കാരണം എന്റെ വീട്ടിൽ തന്നെ എന്റെ ഉമ്മയൊക്കെ ഇതിന്റെ ആളാ. അപ്പൊ ഉപ്പനോട് ഇങ്ങനെ ചെന്ന് വളരെ സ്നേഹത്തോടെ പറയുന്നുണ്ട്, ഉപ്പ എന്തിനാണ് ഉപ്പ ഇതിനെ ആരാധിക്കുന്നത്,
ഉപ്പാക്ക് എന്റെ റബ്ബ് എനിക്ക് വഴി കാട്ടി തന്നിരിക്കുന്ന ആ വഴിയിലേക്ക് ഞാൻ നയിക്കുന്നു ഉപ്പ. അപ്പൊ ഞാൻ പറയുന്ന കേക്കുപ്പ, എനിക്ക് ഉപ്പാക്ക് ഇരുലോകത്തും വിജയിക്കാന്ന് പറയുമ്പോ ഉപ്പാക്ക് ഇങ്ങനെ ദേഷ്യം തുള്ളിയിട്ട് ഉപ്പ പറയാം, എന്റെ മുമ്പിന്ന് നീ അങ്ങ് പോയിക്കോ, ഞാൻ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലൂന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് ആലോചിച്ച് നോക്കി, അനുസരിക്കാത്ത മകനോട് പിന്നെ മകൻ പറഞ്ഞിട്ട് ഉപ്പ അനുസരിക്കാത്തതിന് ആ ഉപ്പ പറയാ, ഞാൻ നിന്നെ കല്ലെറിഞ്ഞ് ഒടുക്കി ഇവിടുന്ന് പൊയ്ക്കോന്ന്. പാവം. എന്നിട്ട് ആ ഉപ്പക്ക് സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. എന്നിട്ടും ചിന്ത വിടുന്നില്ല, ഈ നാട്ടുകാരെ എങ്ങനെ രക്ഷിക്കാം. വീട്ടിൽ നിന്ന് കിട്ടിയ അനുഭവം ഇതാണ്. അപ്പൊ നാട്ടുകാരുടെ ഓരോരുത്തരുടെ ഓരോ സന്ദർഭോചിതമായിട്ട് പറയാം. അവര് കാണുന്ന സൂര്യനെ നക്ഷത്രത്തെ കാണുമ്പോ പറയും, നക്ഷത്രമാണ് എന്റെ ദൈവം എന്ന് പറയാം. അപ്പൊ ആളുകൾക്ക് ഒരു സന്തോഷമാവും, നക്ഷത്രത്തെ ആരാധിക്കുന്നവർ ആ കൗമിലുണ്ട്. അപ്പൊ പറയും പിന്നെ അതിങ്ങനെ മാഞ്ഞു പോകുമ്പോ പറയാം, മാഞ്ഞു പോകുന്ന ആളെ എനിക്ക് വേണ്ട. അന്നാം സൂറത്തിൽ അത് പറയുന്നത്. അപ്പൊ വീണ്ടും അടുത്തത് ചന്ദ്രൻ വരും. ചന്ദ്രനെ കാണുമ്പോ പറയും, ഇത് നല്ല നിലാവ്, ഇത് തന്നെയാണ് എന്റെ ദൈവം, ഞാൻ ഇതിന് ഇഷ്ടപ്പെടുന്നു, ആരാധിക്കാൻ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചന്ദ്രൻ നിലാവ് അപ്രത്യക്ഷമാകുമ്പോൾ മാഞ്ഞു പോകുന്ന ഒരാളെ ദൈവമാക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ദാ വരുന്നു സൂര്യൻ വരുന്നു. സൂര്യനെ കാണുമ്പോൾ ഹാദ അക്ബർ, ഇത് വലിയ ആളാണ്, ഇതാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞ് സൂര്യന് ആക്ച്വലി അദ്ദേഹത്തിന്റെ മനസ്സിലറിയാം ഇതൊന്നും ആരാധകരല്ല, ഇതിന്റെയൊക്കെ ആരാധനായ അള്ളാഹു ആണ് യഥാർത്ഥ പക്ഷെ ജനങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കാൻ, ജനങ്ങൾക്കൊന്ന് യുക്തി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് അതിൽ ഇബ്രാഹിമിൽ നമ്മൾ ദീന്റെ ഒരു വിഷയം വരുമ്പോ നമ്മുടെ കൂട്ടത്തിൽ പലരും കാണും, ചരടിട്ടവര്, ചങ്ങലയിട്ടവര്, ജാറത്തിൽ പോകുന്നവര്, പച്ച തുണി കണ്ട ആരാധിക്കുന്നവര്, എല്ലാ മക്ബറിലും ജാറങ്ങളിലും പൈസ ഇടുന്നവര്, ഇവരെയൊക്കെ കാണുമ്പോൾ സ്നേഹത്തോടുകൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാനുള്ള ഒരു തർബീയത്തും കൂടിയാണ് ഇബ്രാഹിം നബിയിലൂടെ നമ്മളെ അള്ളാഹ് പഠിപ്പിക്കുന്നത്. അപ്പൊ അവസാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയും, ഞാൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്താം. അള്ളാഹുവിനെ നന്നായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് മാഞ്ഞു പോകുന്ന ദൈവങ്ങളെ ഒന്നും അല്ല, നിലനിൽക്കാത്ത ആളുകളെ ഒന്നും അല്ല, മരിച്ചു പോകുന്ന ആൾക്കാരെ ഒന്നും അല്ല നമ്മളെ വിളിച്ച് ദുആ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ആ ജനതയിൽ കുറെ പേർക്കെങ്കിലും മനസ്സിലാവുമെങ്കിലും അവരാരും അംഗീകരിക്കത്തില്ല. ഇന്നും അങ്ങനെയാണല്ലോ. സത്യം പറഞ്ഞാൽ ആളുകൾക്ക് ആ കാര്യമൊക്കെ അറിയാൻ പറ്റും, എന്നാലും അതെങ്ങനെയാണ് നമ്മളെ ആൾക്കാരൊക്കെ പറയുമ്പോ എങ്ങനെയാ അത് തള്ളിക്കളയുന്നത് എന്നുള്ള നിലപാടിലാണ് മുസ്ലിം സമൂഹം എത്തി നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാവോ, ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ദിവസം ആ നാട്ടിൽ വർഷത്തിലുള്ള ഒരു ഉത്സവം, വർഷത്തിലുള്ളൊരു വലിയ ഉത്സവം നടക്കുന്നു. ചില്ലറ മക്ബറകളിലുള്ളവരെല്ലാം കൂടി ഒരു വലിയ മക്ബറയിൽ, വലിയ പള്ളിയിൽ അമ്പലത്തിൽ കൂടുന്ന ഒരു ഫംഗ്ഷൻ നടക്കുന്നു. ഇത് തന്നെ അവസരം എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് ചെയ്യും, തന്റെ വാർഡിലുള്ള, തന്റെ നാട്ടിലുള്ള അമ്പലത്തിൽ കയറി സകല ബിംബങ്ങളെയും വിച്ഛേദനം നടത്തും. എല്ലാം നടത്തിയിട്ട് അവസാനം ഒരു വലിയ വിഗ്രഹം അവിടെ തന്നെ അങ്ങനെ വെച്ചിട്ട് അവന്റെ കഴുത്തിലോട്ട് കോടാലിയും തൂക്കിയിടും. എന്നിട്ട് ഒന്നും അറിയാത്ത ആളെ പോലെ പോയി വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങും. പക്ഷെ പോകുമ്പോഴും അദ്ദേഹത്തിന് മനസ്സിൽ ദുആ ചെയ്യുന്നുണ്ട്, പടച്ചവനെ ഇത് ജനങ്ങൾക്കൊരു മാറ്റത്തിന് കാരണമാകണേ റഹ്മാനെ. അള്ളാഹുവേ, ഒരു കഴിവുമില്ലാത്ത, ജീവിതവും മരണവും ഇല്ല, ജീവനോ മരണോ പറ്റാത്ത വെറും പ്രതിമകളാണ് ഇവയൊന്നും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നീ മനസ്സിലാക്കിക്കൂടെ, എന്റെ ഈ പ്രവർത്തനം നീ സ്വീകരിക്കണേ പടച്ചവനെ എന്നൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവസാനം വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം രാവിലെ ഈ നട തുറക്കാൻ, ഈ അമ്പലം തുറക്കാൻ ആൾക്കാർ വരുമ്പോണ്ട് എല്ലാ ദൈവങ്ങളും തലയും കുത്തി കിടക്കും. ഇത് കണ്ടപ്പം ജനങ്ങളാകെ പേടിച്ച് നിലവിളിച്ചു പോയി. അവരങ്ങോട്ട് തമ്മി ഇത്രയും ധൈര്യം ഇത് ആര് കാണി, ഇത് ആസറിന്റെ മോൻ ഇബ്രാഹിം അല്ലാതെ ഇത്രയും ധൈര്യം കാണിക്കത്ത, അവൻ ഈയിടെയായിട്ട് ഈ ബിംബങ്ങളെ എല്ലാം കുറ്റം പറയുന്നുണ്ട്, ഇതിനൊന്നും ഒരു കഴിവില്ലാന്ന്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് വാർത്ത പരന്ന് ആസറിന്റെ മോനെ പിടിച്ചോണ്ട് വരുന്നുണ്ട് ഇബ്രാഹിം നബി. ഒരു മടിയില്ലാതെ വളരെ ധൈര്യത്തോടുകൂടി വരുന്നുണ്ട് ഇബ്രാഹിം നബി. എന്നപാടെ ജനങ്ങൾ ചോദിക്കും, നീയല്ലേ ഇത് ചെയ്തത്? ഞാനൊന്നും അല്ല. പിന്നെ ഇതാരാണ് ചെയ്തത്? അത് നിങ്ങൾ ആ ദൈവങ്ങളോട് തന്നെ ചോദിക്കും. അപ്പൊ അവര് പറയും, നിനക്കറിയത്തില്ല ഇതൊന്നും സംസാരിക്കത്തില്ല എന്ന്, ഇവരൊന്നും മിണ്ടത്തില്ല, വർത്താനം പറയത്തില്ല നിനക്ക്. ആഹാ, ഒന്നും മിണ്ടാത്ത, ഒന്നും പറയാത്ത, അവരെ തന്നെ ഉപദ്രവിച്ച ആ ഉപദ്രവം തടുക്കാൻ കഴിയാത്ത ആളുകളുടെ അടുത്താണ് നിങ്ങളുടെ ഉപദ്രവം തടുക്കാൻ പറയുന്നത്. പെട്ടെന്ന് ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും, സ്വതസിദ്ധമായ അവരെ ബുദ്ധി അംഗീകരിക്കും. പക്ഷെ പെട്ടെന്ന് അവർക്ക് അവരുടെ ബുദ്ധി കൊണ്ട് അവരുടെ പണ്ഡിതന്മാർക്ക് പണയം വെക്കും. കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെയാണ്, എന്തെങ്കിലും കാര്യം പറഞ്ഞ ഇപ്പൊ അവിടെ അല്ലേ ഇത് നടക്കുന്നൊക്കെ പറഞ്ഞ കാര്യം മനസ്സിലാവും. എന്നാലും പണ്ഡിതന്മാര് പറയുന്ന അംഗീകരിക്കാതിരിക്കാൻ പറ്റും. ഇത് തന്നെയാണ് ഇബ്രാഹിം നബിയുടെ ഖൗമും പറഞ്ഞത്. അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇബ്രാഹിം പറഞ്ഞു, ഇവരെ ഞാൻ തകർത്ത് കളഞ്ഞു, അവരെ തന്നെ തകർത്ത് കളഞ്ഞപ്പോ പ്രതിരോധിക്കാൻ കഴിയാത്ത, അവർക്ക് തന്നെ ഒരു സഹായം ചെയ്യാൻ നിലനിൽക്കാൻ പറ്റാത്ത ഈ ആളുകളെയാണ്, ഈ ബിംബങ്ങളെയാണ് നിങ്ങൾ വിളിച്ച്. എന്നിട്ട് ഇബ്രാഹിം ഒരു കാര്യം ചെയ്യും, വലിയ ദൈവം നിൽക്കുന്നുണ്ട്, അവന്റെ കഴുത്തിൽ കോടാലിയും കിടപ്പുണ്ട്, അവനായിരിക്കും, ആ ദൈവമായിരിക്കും ഇതിനെ എല്ലാം, ചെറുതിനെ എല്ലാം കൊന്നെന്ന് പറയും.
ഉടനെ ജനങ്ങൾ പറയാം, ആഹാ നീ നുണ പറയണ്ട, അത് സംസാരിക്കത്തില്ല എന്ന് പറയും. അപ്പോഴും ഇബ്രാഹിം നബി നിങ്ങൾ ആരാധിക്കുന്ന ഈ ദൈവം ഇതാണല്ലേ? പരസ്പരം ഉപകാരം ചെയ്ത ഒരാള് പിന്നെ സ്വന്തമായിട്ട് തന്നെ പ്രതിരോധിക്കാൻ കഴിയാത്ത എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് അതൊന്നും ഒരു നിമിഷം അവർ അംഗീകരിക്കുമെങ്കിലും അവർ ആ കേസ് നേരെ പിടിച്ചു കെട്ടി പാവ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നമ്രൂദിന്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലും. കാര്യങ്ങളൊക്കെ ഭരണാധികാരിയോട് പറയും. ഭരണാധികാരിയാണെങ്കിൽ ആ നാട്ടിലെ ഏറ്റവും വലിയ ആള് ഞാനാണെന്ന് പറഞ്ഞിരിക്കുന്ന നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. ആ നമ്രൂദിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്രൂദ് പറയും, നീ പരിചയപ്പെടുത്തുന്ന അള്ളാഹു ആരാണ്? ഉടനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളരെ മനോഹരമായിട്ട് അള്ളാഹുവിനെ പറ്റി പറഞ്ഞ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. എന്റെ അള്ളാഹു ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണെന്ന് പറയുമ്പോൾ ജയിലിൽ കിടന്ന 2 ആൾക്കാരെ വിളിച്ചോണ്ട് വരും. 2 തടവ് പുള്ളിക്കാരെ വിളിച്ചിട്ട് വന്നിട്ട് നമ്രൂദ് ഒരാളുടെ തല അങ്ങ് മുറിച്ചു കളയും. ഒരാളടുത്ത് പറയും, നീ പോയി ജീവിച്ചോ എന്ന് പറയും. ഇപ്പൊ നിനക്ക് മനസ്സിലായോ, ഞാൻ ദേ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ഞാനാണെന്ന് പറയും. ഒരാളതെ ജീവിക്കാൻ വിട്ടു, ഒരാളതെ മരിപ്പിച്ചു. അപ്പൊ ഇബ്രാഹിം നബിക്ക് മനസ്സിലായി ഇവനൊരു അന്തം കമ്മിയാണ്, ഇവന് കാര്യം മനസ്സിലായിട്ടില്ല എന്ന്. ഉടനെ ഇബ്രാഹിം നബി പറയുന്ന ഒരു കാര്യം ചെയ്യ് സുഹൃത്തെ, രാജാവേ താങ്കളോട് ഞാനൊരു കാര്യം പറയാം. എന്റെ അള്ളാഹു ദിവസവും സൂര്യനെ കിഴക്കുദിപ്പിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നു. അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യും, നാളത്തേക്ക് ഒരു ദിവസത്തേക്ക് മാത്രം സൂര്യനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കുകയും കിഴക്ക് അസ്തമിപ്പിക്കുകയും ചെയ്യാമോ എന്ന് ചോദിക്കും. ഉത്തരം മുട്ടി നമ്രൂദിന്. ഉത്തരം മുട്ടിയപ്പം കലിതുള്ളിയിട്ട് ഈ പിന്നെ ദൈവ നിഷേധിയെ, ഈ അഹങ്കാരിയെ തീയിലിട്ട് ചുട്ടുകൊല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് തീക്കളം ഒരുക്കുന്ന. ആലോചിച്ച് നോക്കിയ, പ്രായം എന്ത് ചെറുതാണ്. വീട്ടിൽ നാട്ടി ഓടിച്ചിറക്കി ദീൻ പറഞ്ഞപ്പോ, അള്ളാഹുലേക്ക് വിളിച്ചപ്പോ. അതുപോലെ തന്നെ സമുദായത്തിലെ ആളുകൾ, സ്വന്തം വാർഡിലെ സ്വന്തം നാട്ടുകാര് ആകെ പിന്നെ അവഹേളിച്ചും ഇൻസൾട്ട് ചെയ്തും വിടുന്നു. പിന്നെ ഭരണാധികാരിയാണെങ്കിൽ തീക്കുണ്ടം ഒരുക്കുന്നു. അപ്പോഴൊക്കെയും അള്ളാഹുവിന്റെ ഏകത്വം ഉച്ചസ്ഥൈര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമയെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഹസ്ബുനല്ലാഹ്, എനിക്ക് അള്ളാഹു മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സധൈര്യം ആ തീയെ വരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ തീക്കുണ്ടത്തിന്റെ വ്യാപ്തി സൂറത്ത് അംബിയാ പഠിച്ചാൽ നമുക്ക് സൂറത്ത് അംബിയായിൽ പറഞ്ഞ് വായിച്ചു നോക്കിയാൽ നമ്മൾ കരഞ്ഞു പോകും. ആ നാട്ടിലെ ഓരോ ജനതയും 10 കിൻഡല് 15 കിൻഡല് വിറക് നേർച്ചയാക്കിയ ദൈവനിഷേധിയായ ഇവനെ കരിച്ചു കളയാൻ, ഗർഭം ഉണ്ടാകാൻ, അതുപോലെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാകാൻ, അസുഖം മാറാൻ, അങ്ങനെ ഓരോരുത്തരും നേർച്ചയാക്കി ദൈവ വിരോധിക്ക് കത്തിച്ചേക്കാം എന്നുള്ള നിലക്ക് ഇങ്ങനെ തീക്കണൽ കൂട്ടി ആ നമ്രൂദിന്റെ വകയും തീക്കുണ്ടാരം ഒരുക്കി അങ്ങനെ വലിയ 40 മൈൽ ചുറ്റളവിലേക്ക് ആൾക്കാർക്ക് അടുക്കാൻ പറ്റാത്തത്ര വ്യാസത്തിൽ വലിപ്പമുള്ള ബൃഹത്തായ ഒരു തീക്കുണ്ടം ഒരുക്കിയിട്ട് 16-കാരനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ വലിച്ചെറിയുന്നുണ്ട്. സഹോദരിമാരെ, എടുത്തെറിയാൻ തന്നെ ആളുകൾക്ക് പാടായിട്ട് പിന്നെ ആ തഫ്സീറിന്റെ പിന്നെ എക്സ്പ്ലനേഷൻ എടുത്ത് വായിച്ചാൽ മനസ്സിലാകും. 4 ആളുകൾ പല്ലക്ക് പോലത്തെ ഒരു കുന്തം കൊണ്ട്, പല്ലക്ക് പോലത്തെ ഒരു സാധനത്തിനകത്ത് കയറ്റി കിടത്തിയിട്ട് കുന്തമുന കൊണ്ട് ഇങ്ങനെ തള്ളി അങ്ങോട്ട് എറിയുമായിരുന്നു. ആ സമയത്ത് വാനലോകത്തെ മലായികങ്ങൾ പോലും ഭയവിഹ്വലരായിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങോട്ട് വരുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിമേ, അള്ളാഹുവിനോട് വല്ലതും പറയണോ? അള്ളാഹു എന്നെ വിട്ടിരിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു തരാന്ന് പറഞ്ഞു. വേണ്ട, നിങ്ങളുടെ സഹായം ഒന്നും എനിക്ക് വേണ്ട, താങ്കൾ ഒന്നും ചെന്ന് അള്ളാഹിനോട് പറയുകയും വേണ്ട. ഹസ്ബുനല്ലാഹ് നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. വളരെ ആസ്വദിച്ചുകൊണ്ട്, വളരെ ആസ്വാദ്യകരമായിട്ട് അദ്ദേഹം പറയുകയാണ്, ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. നിഅമൽ വക്കീൽ, അനുഗ്രഹപൂർണനായ എന്റെ വക്കീലാണ്, കൈകാര്യകർത്താവാണ് അല്ലാഹു. നിഅമൽ മൗല, അനുഗ്രഹപൂർണനായ എന്റെ രക്ഷാധികാരിയാണ് അവൻ. വനിഅമൻ നസീർ, അനുഗ്രഹപൂർണനായ എന്റെ സഹായിയാണ് അവൻ. ഈ പറഞ്ഞ വാക്യം ഇത് നോക്കിയിട്ടാണ് അള്ളാഹു പറഞ്ഞ അനിത്തബഅ മില്ലത ഇബ്രാഹിം ഹനീഫ. മുഹമ്മദ് നബിയോട് പറയാണ്, ഹനീഫായി ഋജു മാനസനായി ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റി പ്രവാചകരെ. അദ്ദേഹം ജീവിതത്തിന്റെ ആപൽഘട്ടത്തിൽ, പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, ക്രിട്ടിക്കൽ സ്റ്റേജിൽ എന്നോട് പറഞ്ഞത് ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. സഹോദരിമാരെ, ഇത് നമുക്ക് പിൻപറ്റേണ്ട ഒരു വലിയ പാഠമാണ്. പ്രത്യേകിച്ച് ഈ ദുൽഹജ്ജ് മാസത്തില് നമ്മള് ഈ തസ്ബീഹുമായിട്ട് നല്ല ഇണക്കം ഉണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്, ദിക്റാണത്.
എല്ലാ പ്രതിസന്ധി, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ആര് നമ്മെ തോപ്പിച്ചാലും, ആര് കൈവിട്ടാലും, ആര് സഹായിക്കാൻ വന്നാലും വേണ്ട പടച്ചവൻ നീ മതി, എല്ലാ രംഗത്തും ഒന്ന് പറഞ്ഞു നോക്കിയിട്ട് നൽകുന്ന ഒരു ആശ്വാസം. ഓ, തീയെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാരും ഇങ്ങനെ കാത്തിരിക്കുക, ഭസ്മമായി പൊരിഞ്ഞ് പൗഡറായി വരുന്ന ഇബ്രാഹിമിനെ കാണാൻ കാത്തിരുന്ന ആളുകൾ ഇങ്ങനെ വളരെ സുഖശീതളമായ, AC ആണ് അതല്ല, അതിന്റെ അപ്പുറം എന്തോ ആണ്, സുഖശീതളമായ ഒരു അവസ്ഥയിൽ ഇബ്രാഹിം ആരോടോ സംസാരിക്കുന്ന പോലെ അവർ അത്ഭുതപ്പെടുകയാണ്. എന്നിട്ടും അവരെല്ലാരും ഇസ്ലാം ഒന്നും സ്വീകരിച്ചിട്ടില്ല. സഹോദരപുത്രൻ ഹാറാന്റെ മകൻ ലൂത്ത് നബി അലഹിസ്സലാം, വളരെ കുറഞ്ഞ ആളുകളെ ഇബ്രാഹിം നബിയെ പിൻപറ്റുന്നുള്ളൂ സഹോദരിമാരെ. വളരെ കുറച്ച് ആളുകളൊന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹ് അവിടെ നിന്നും പുറപ്പെടുന്നുണ്ട്, വീണ്ടും വന്ന് വാപ്പാടത്ത് ചെല്ലുന്നുണ്ട്. ഈ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ മകൻ തീജ്വാലയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്നൊക്കെ വാപ്പ അറിയുന്നുണ്ട്. ഈ രംഗത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നീ ചിലപ്പോൾ ഒരു പക്ഷേ വാപ്പയുടെ മനസ്സ് മാറിയേക്കാം എന്നോർത്തിട്ട് അദ്ദേഹം വാപ്പയോട് ചെന്ന് ഒന്നും കൂടി ചെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴും പറയുകയാണ്, നീ ഇവിടെ നിന്ന് ഓടിക്കോണോ. സഹോദരിമാരെ, അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചുറ്റി സഞ്ചരിച്ച സംഭവം ചരിത്രത്തിൽ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാൽനടയായിക്കൊണ്ട് അവിടെ നിന്നിറങ്ങി, ആ ഊർപട്ടണത്തിൽ നിന്നിറങ്ങി, അവിടെ നിന്ന് അങ്ങനെ ചുറ്റി ജോർദാൻ, സിറിയ, യമൻ, ദമസ്കസ് ഇങ്ങനെ കറങ്ങി ഏകദേശം മക്ക നാട്ടിൽ എത്തപ്പെടുമ്പോൾ ഒരു 5000 എബോ കിലോമീറ്റർ അദ്ദേഹം നടക്കുന്നുണ്ട്. സഹോദരിമാർ, അള്ളാഹുവിന്റെ സത്യദീനിന് വേണ്ടി അദ്ദേഹം നടക്കുന്നുണ്ട്. അതിനിടയിൽ എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. അദ്ദേഹം കല്യാണം കഴിക്കുന്നുണ്ട്. ആദ്യം സാറയെ കല്യാണം കഴിക്കുന്നുണ്ട്. സാറയെ കല്യാണം കഴിച്ചു വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത സാറയ്ക്ക് അദ്ദേഹത്തിന്റെ ആ സാറയുടെ ഉപ്പ മകൾക്ക് സഹായത്തിനായിട്ട് കൊടുത്തതാണ് ഹാജറിനെ എന്ന് പറയാ, നല്ല ഒരു അടിമ സ്ത്രീയെ ജോലിക്ക് സഹായത്തിനായിട്ട് കൊടുത്തതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു രാജാവ് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് എന്നും രണ്ടഭിപ്രായമുണ്ട്. ഭൂരിഭാഗം പറയുന്നത് മകൾക്ക് വേണ്ടി, ഇത്തിരി സാമ്പത്തിക സുസ്ഥിതിയുള്ള ആളായിരുന്നു സാറയുടെ വാപ്പ. അയാൾക്ക് കിട്ടിയ ഗിഫ്റ്റ് മകൾക്ക്, അയാൾക്ക് ഹദിയയായിട്ട് കിട്ടിയ ഒരു സാധനമാണ് ഈ ഹാജർ എന്ന് പറയുന്ന പെണ്ണിനെ, ഒരു അടിമ സ്ത്രീയെ. അത് മകൾക്ക് വേണ്ടി ഇങ്ങനെ കൊടുത്തു വിടുന്നുണ്ട്. മോളെ ഭക്തയാണ്, ഇവളെ നീ കൊണ്ടുപോയിക്കോ, നിനക്ക് ജോലിക്ക് സഹായത്തിനാകും എന്ന് പറഞ്ഞിട്ട് ഈ ഹാജറിനെ രണ്ടഭിപ്രായം പറയുന്നുണ്ട്. എന്തായാലും ആയിക്കൊള്ളട്ടെ, ആ ഹാജറ നല്ലൊരു സ്ത്രീ ആയിരുന്നു. അടിമ സ്ത്രീ ആണെങ്കിൽ കൃത്യമായിട്ടും അള്ളാഹുവിനെ സ്മരിക്കുകയും അവരുടെ മേൽ നിർബന്ധമായ നമസ്കാരങ്ങളൊക്കെ ചെയ്ത്, നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച പോലെ 5 വഖത്തല്ല, അവരുടേതായ രീതിയിൽ അള്ളാഹു ആ ഖൗമിനെ, ആ ഇബ്രാഹിം നബിക്ക് എങ്ങനെയാണ് നമസ്കാരം നിർബന്ധമാക്കി ആ കോലത്തിലൊക്കെ നമസ്കരിച്ചു കൊണ്ടിരുന്ന നല്ലൊരു സ്ത്രീയായിരുന്നു. ഈ ഭക്തയായ സ്ത്രീയുടെ തഖ്വ നിറഞ്ഞ ജീവിതം കണ്ടിട്ട് സാറ ഒരിക്കൽ പറഞ്ഞതാണ് ഇബ്രാഹിമിനോട്, എനിക്ക് എന്തായാലും കുട്ടിയൊന്നും ഉണ്ടായിട്ടില്ല, താങ്കൾ ഈ ഭക്തയായി ഈ അടിമ സ്ത്രീയെ മോചിപ്പിച്ചിട്ട് ഞാൻ സ്വതന്ത്രയാക്കാം അവളെ, താങ്കൾ എന്നിട്ട് വിവാഹം ചെയ്യുന്നു. അങ്ങനെയാണ് സാറയുടെ നിർബന്ധ പ്രകാരമാണ് ഹാജറ ബീവിയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കല്യാണം കഴിക്കുന്നത്. അതിൽ താമസിയാതെ എത്രയും വേഗം തന്നെ ഇസ്മായിൽ എന്ന മകൻ ജനിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല സന്തോഷമായിട്ട്. അത് ഇബ്രാഹിം നബിക്ക് ആ കുട്ടി പെട്ടെന്ന് ജനിച്ചു എന്നുമല്ല, വയസ്സ് ഏകദേശം ഇങ്ങനെ ഈ 16 വയസ്സ് തൊട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വർഷങ്ങൾ ഇങ്ങനെ ഇതിനിടെ കുറെ ചരിത്ര ദിനങ്ങളും ചരിത്ര സംഭവങ്ങളും കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നീണ്ട കാത്തിരിപ്പ് കഴിഞ്ഞു. അതിനൊടുവിലാണ് കല്യാണം കഴിക്കുന്നത്. എന്തായാലും മകൻ ജനിക്കുമ്പോൾ ഏകദേശം 85 ആണ് ഏജ് എന്ന് പറയുന്നുണ്ട് ചരിത്രത്തില്. 85 വയസ്സുള്ളപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് മകൻ ജനിക്കുന്നതെന്നാ പറഞ്ഞത്. വയസ്സായ സമയത്താണ് ജനിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സന്ദർഭത്തിലുള്ള കിട്ടിയ കുട്ടി വളരെ അപ്പൊ അന്നത്തെ കാലത്തൊക്കെ 85 വയസ്സെന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യവാൻ തന്നെ ആയിരിക്കാം, അതെന്തും ആയിക്കൊള്ളട്ടെ. അപ്പൊ ആ മകനെയും കൊണ്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ഭാര്യയും ഒത്ത് കുറഞ്ഞ നാളെ ജീവിച്ചിട്ടുള്ളൂ, കുറച്ച് നാള്. എണീറ്റ് നടക്കാൻ പോലും പ്രായമായിട്ടില്ല. എന്ന് ആലോചിക്കുക, കാത്തിരുന്ന് കിട്ടീനെ കൊഞ്ചിച്ച് തീരുന്നതിന് മുമ്പ്, ഒരു വയസ്സ് തികയുന്നതിന് മുമ്പ് അള്ളാഹുടെ അടുത്ത കൽപ്പന മെക്കയിൽ കൊണ്ടുവിടാൻ. എത്ര പരീക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കിയ. വീട്ടിൽ വാപ്പ എറിഞ്ഞോടിക്കുന്നു, സമുദായം എറിഞ്ഞോടിക്കുന്നു, ഭരണാധികാരി തീക്കുണ്ടത്തിലിടുന്നു. ഇവിടം വരെയൊക്കെ ഈ ഭരണാധികാരി തീക്കുണ്ടത്തിലിട്ട് വളരെ കഠിനമായ ഒരു പരീക്ഷണമാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ മക്കയെ കൊണ്ട് ഈ ചോര പൈതലിനെ കൊണ്ട് വിടാൻ. ആ സംഭവം ഒന്നും ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഹജ്ജിന്റെ വേളകളില്, ഹജ്ജിന്റെ സമയത്ത് ഈദ്ഗാഹിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ളതാണ്. ചുരുക്കി പറയുകയാണ്. എന്നിട്ട് ആ പൈതൽ നമ്മുടെ ജീവിതമായിട്ടൊന്ന് ചേർത്ത് വെക്കണം ഈ സംഭവങ്ങളൊക്കെ. ആ കുഞ്ഞു പൈതലുമായിട്ട് ആ വാപ്പയും ഉമ്മയും കൂടി മക്കയിലേക്ക് പോകുന്ന ആ രംഗം. കൈ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ,
ഇവരറിയുന്നില്ല ഇവരെ കൊണ്ട് ഉപേക്ഷിക്കാൻ വേണ്ടി പോണ്ട് അവിടെ കൊണ്ട് ഇടാൻ പോകുവാണെന്ന്. കുറെ ദൂരം യാത്ര ചെയ്താൽ മക്കയിൽ എത്തിയിട്ട് മരവില്ല, ജലമില്ല, ഫലമില്ല, ഫലശൂന്യമായ ജലശൂന്യമായ വറ്റി വരണ്ട മരുഭൂമിയിൽ അള്ളാഹ് നിശ്ചയിച്ച സ്ഥലം എത്തിയപ്പോ അവിടെ നിർത്തിയിട്ട് ഇവർക്ക് സലാം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക. തിരിച്ചു പോകുന്ന സമയത്ത് ഹാജറ ചോദിക്കുക, ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോവുകയാണോ? ഉത്തരവില്ല. 3 പ്രാവശ്യം ചോദിച്ചു. 4-മത് ആ സ്ത്രീ ചോദിച്ചു, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണോ ഞങ്ങളെ ഇവിടെ ഇട്ടിട്ട് പോകുന്നത് വെച്ചു. നഅം എന്ന് മാത്രം പറഞ്ഞു. അതെ, എങ്കിൽ അള്ളാഹു എന്നെ കാത്തുകൊള്ളു. ഹസ്ബുനല്ലാഹ്, ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി എന്നാണ് ആ മഹതിയായ സ്ത്രീയും പറയുന്നത്. അങ്ങനെ നിമിഷങ്ങൾക്കകം പിന്നെ അങ്ങോട്ടുള്ള ചരിത്രം എല്ലാം നിങ്ങൾക്കറിയാം. കുഞ്ഞ് കുറച്ച് ദിവസം തന്നെ ആയപ്പോ തന്നെ കയ്യിലുള്ള സാധന സാമഗ്രികളൊക്കെ തീർന്നു ആലോചിക്കുക. രാവും പകലും ഒക്കെ ഒറ്റയ്ക്ക് ഉമ്മയും മകനും മാത്രം. ഇപ്പൊ നമ്മൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ ജനകോടികളുടെ ഇടക്ക് നമ്മൾ പോയാൽ തന്നെയും നമ്മുടെ കൂടെ വന്ന ഭർത്താവിനെ കണ്ടില്ലെങ്കിൽ, അല്ലേ നമ്മൾ ആരുമായിട്ടാണോ വന്ന് അവരൊരു ഇച്ചിരി നേരം കണ്ടില്ലെങ്കിൽ, അള്ളാഹ് എന്റെ പൊന്നെ എവിടെ പോയി, പരക്കം പാച്ചിൽ ഓട്ടപ്പാച്ചിൽ. എന്നാൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുടെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഓർക്കുന്ന കാര്യം, അടച്ചവനെ ഒരു നേരം ഇർഫാമോനെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ കണ്ടില്ലെങ്കിൽ എവിടെയെന്ന് നമ്മൾ നോക്കി. ഇത് ഒരു മനുഷ്യനും പോലും ഇല്ലാത്ത സ്ഥലത്ത് ഈ ചോര പൈതലുമായിട്ട് ആ സ്ത്രീ നിന്ന് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ നിന്നിട്ട് അങ്ങനെ ആ കുട്ടീനെ അങ്ങനെ വളർത്തുന്ന ആ കുഞ്ഞ് ദാഹിച്ച് കരയുന്ന ആ സമയത്ത് എന്റെ റബ്ബേ, ആ പാവപ്പെട്ട സ്ത്രീ. നമ്മളിന്ന് സഫാ മർവയിൽ സൂപ്പറായിട്ടാ പോകുന്നത്. നല്ല AC, മാർബിളിട്ട തറയിൽ കൂടെ പോകുന്നത്. മേളിൽ ഫാൻ, സെൻട്രലൈസ് AC, ഓരോ ജംഗ്ഷനിലും സംസം വെള്ളം. ഇതും കുടിച്ചിട്ടാ നമ്മള് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറഞ്ഞ് നടക്കുന്നത്. അത് തന്നെ നമുക്ക് പാട്. എന്നിട്ട് വേഗം പോയി സൈക്കിളിൽ കയറി ഇരുന്ന് നമ്മൾ ഓടിപ്പോവുക. ഇത് അവിടെ അതല്ല, കല്ലും മുള്ളും നിറഞ്ഞ നല്ല മലയിലാണ് ഓടി കയറുന്നത്. ഇന്നത്തെ പോലെ നിരന്ന മാർബിളിട്ട് തറയൊന്നുമല്ല. അങ്ങനെ ഓടി നടന്ന ആ പാവം ഹാജറ എന്ന സ്ത്രീ ആ സഫാ കുന്നിന്റെ മുകളിൽ ഇപ്പൊ 4 ഭാഗം നോക്ക്. റബ്ബേ, വല്ല കാക്ക വല്ല എവിടെയെങ്കിലും ഉണ്ട്? കാക്ക ഉള്ളിടത്ത് വെള്ളമുണ്ട്. എന്റെ കുട്ടി കരയുന്നു റബ്ബേ ഇങ്ങനെ. എന്റെ കുഞ്ഞ് മരിച്ചു പോകുമെന്നുള്ളൊരു പേടിച്ചിട്ടാണ് ആ പാവം ഓടുന്നത്. കാരണം പാലില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അവസാനം ആ ഒരു ഉമ്മാന്റെ ഒരു കരച്ചിൽ ഒന്നും വേണ്ട സഹോദരിമാരെ. ചില സമയത്തൊക്കെ ഞാൻ ഈ കോഴിക്കോട് തന്നെ പഠിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് 4 മണിയാകുമ്പോൾ ഞാൻ എന്റെ വാച്ചിൽ നോക്കി ബേജാറാവുന്ന എന്റെ കുട്ടികൾ വരും, കുബേന്ന് വരും. ഇപ്പൊ സ്കൂള് വിട്ട് വരും. നിങ്ങൾ ഓരോരുത്തരും 4 മണിയാകുമ്പോൾ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോ കുട്ടിക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മോന് വരിപ്പോ വിശന്നിട്ട് വരും, ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ തന്നെ ഒരു നേരം രാവിലെ ഭക്ഷണം കൊടുത്തിട്ടാ സ്കൂളിൽ വിട്ടത്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് കൊടുത്തു വിട്ടിട്ടുണ്ട്, ഇടയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തു വിട്ടിട്ടുണ്ട്. സ്കൂള് വിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ സ്ഥലത്ത് എത്തില്ലെങ്കിൽ നമുക്ക് എന്തൊരു ബേജാറാണ്. എന്റെ കുട്ടി വരും, ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. അതല്ല, ദിവസങ്ങളോളം കരയുന്ന കുഞ്ഞിനെ നോക്കി. എന്നിട്ടും അള്ളാഹുവിനെ മുറുകെ പിടിച്ചോടിയ ആ നല്ല സാലിഹത്തായ ആ സ്ത്രീ 7 വട്ടം ഓടി തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ജിബ്രീൽ അവിടെ എത്തി അദ്ദേഹത്തിന്റെ ചിറകടിച്ചു എന്നാണ് പറയുന്നത്. ആ സ്ഥലത്തിൽ നിന്നാണ് വെള്ളം പൊട്ടി ഒഴുകുന്ന. തിരിച്ച് ആ കുഞ്ഞിന്റെ കാലിന്റെ ഭാഗത്ത് നിന്ന് ജിബ്രീലിന്റെ ചിറക് തട്ടുകയും അവിടെ നിന്ന് വെള്ളം നിർഗളിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ പറയുന്നു. അപ്പൊ ആ ഹിബ്രു ഭാഷയിൽ അവർ പറഞ്ഞതാണ് സം എന്ന് വെച്ചാൽ നിൽക്കൂ. വെള്ളം എന്ന് വെച്ചാൽ വെള്ളം ചാലിട്ടൊഴുകുന്നു. ആ വെള്ളം വർഷങ്ങൾ എത്രയായി സഹോദരിമാരെന്ന് ആലോചിച്ച് 10,000 ചില്ലുവാനം വർഷമായ ആ കിണർ, ആ ഉറവ ഇന്നും ജനകോടികൾ കോരിയിട്ടും ഒരു കുറവുമില്ലാതെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു മഹതിയായ ഒരു പെണ്ണിന്റെ ത്യാഗോജ്ജലമായ ജീവിതത്തിന്റെ റിസൾട്ടാണ് ആ ഹാജറ എന്ന അടിമ സ്ത്രീ, ആ പാവപ്പെട്ട സ്ത്രീ ഓടിയ 7 പ്രാവശ്യം ഓടിയ അമല്. ഞാൻ ചെയ്യില്ലായോ, അവര് നീഗ്രോക്കാരിയല്ലേ, അവർ അടിമ സ്ത്രീയല്ലേ, അത് ഇബ്രാഹിം നബിയുടെ 2ാം ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞ് എനിക്കത് പറ്റത്തില്ല എന്ന് നമ്മൾ ആരെങ്കിലും കരുതിയാൽ നമ്മുടെ 5.5 ലക്ഷം രൂപ മുടക്കി ഹജ്ജിന് പോയ ഹജ്ജ് ശരിയാവത്തെ, ഹജ്ജ് ഇല്ല, ക്യാൻസലായി. ഉംറക്ക് പോയ ഉംറ സ്വീകരിക്കുക. അവര് ചെയ്തതുപോലെ തന്നെ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഓടുകയാണ്. ആ ജീവൻ ഓടി 7 പ്രാവശ്യം അത് പൂർത്തീകരിച്ചാല് ഉംറയാണെങ്കിലും ഹജ്ജാണെങ്കിലും പിന്നെ പരിപൂർണമാകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു പെണ്ണിന്റെ ത്യാഗോജലമായ കർമ്മത്തെ അള്ളാഹു അടയാളപ്പെടുത്തിയിട്ട് സഫയും മറുവയും ഷഅഇറല്ലാഹ് എന്നുള്ള അടയാളപ്പെടുത്തി കളഞ്ഞു. അപ്പൊ ഇനി നമുക്ക് സ്ത്രീകളായ നമുക്ക് ആ സംഭവത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. പ്രതീക്ഷയോടുകൂടിയുള്ള അവരുടെ ഓട്ടം, ജീവിത പാച്ചിലിനിടയിൽ ആ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നല്ല പ്രതീക്ഷയോടുകൂടി എന്ത് പ്രാർത്ഥിച്ചാലും ഉംറയ്ക്കും ഹജ്ജിനൊക്കെ പോകുന്ന, ഹജ്ജിന് അവിടെ അധിവസിക്കുന്ന സ്ത്രീകൾ, ഫാസിലാത്ത ക്ലാസ് ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കും. അവിടെ നിന്ന് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും
സഡൻ റിപ്ലൈ ആണ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ആ പരീക്ഷയിൽ എങ്ങനെയും വിജയിച്ച് കൊച്ചിനെ ഇങ്ങനെ പോറ്റി, വാപ്പയൊന്നും ഇടക്കിടക്കൊന്നും വരില്ല, ഫോൺ വിളിച്ചിട്ടൊന്നും ചോദിക്കുന്നില്ല, കത്തില്ല, പൈസ ഇല്ല, ഒന്നും പാർസലൊന്നും അവിടേക്ക് വരുന്നില്ല അള്ളാഹുടെ അനുമതി പ്രകാരം. പക്ഷെ വെള്ളം വന്നു കഴിഞ്ഞപ്പോ പിന്നെ കാഫിലയിൽ ആളുകൾ വരാൻ തുടങ്ങി. യാത്രാ സംഘക്കാർക്കാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുണ്ട്, പടച്ചവനെ ജലശൂന്യമായ ഫലശൂന്യമായ ഈ തട്ടി ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള എല്ലാ വൈകാരികമായ സ്നേഹവും ഇബ്രാഹിം നബിക്കുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ഓർക്കുന്നു, ഇദ്ദേഹം എന്താ ഇങ്ങനെ ഇട്ടിട്ട് പോയെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് സ്നേഹമില്ലേ, ഇദ്ദേഹം വല്ല സൂഫി വല്ലതും ആണ്? പക്ഷെ അല്ല, ഒരു ഭാര്യയോടുള്ള എല്ലാ വികാരവും സ്നേഹവും ഈ ഇബ്രാഹിം നബിക്കുണ്ട്. ഒരു മകനോടുള്ള എല്ലാ പുത്രവാത്സല്യമുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, എന്തിനേക്കാളും ഇഷ്ടം റബ്ബേ നിന്നോടാണ്, എനിക്ക് നിന്നോടാണ് റബ്ബേ. എനിക്ക് നീ തന്നിരിക്കുന്ന ജീവിത അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണോ അതിനേക്കാൾ എല്ലാം വലുത്, തന്റെ പ്രാണനേക്കാളും താൻ സ്നേഹിക്കുന്ന മറ്റെന്തിനേക്കാളും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വലുതും അള്ളാഹു മാത്രമാണെന്ന് ഇബ്രാഹിം നബി തെളിയിക്കുകയാണ് ഓരോ പരീക്ഷണത്തിലൂടെയും. മനസ്സിലായില്ലേ? ആ മഹാപരീക്ഷണത്തിൽ അദ്ദേഹം വിജയിക്കുക, എല്ലാ പരീക്ഷയിലും വിജയിച്ചു. ഈ വിജയമാണ് ബലിപ്പെരുന്നാളിലൂടെ മുസ്ലിം ഉമ്മത്ത് ആഘോഷിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ, മുതിർന്ന ഒരു 40-50 വയസ്സുള്ളവരൊക്കെ കൊച്ചു പിള്ളേർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം ചെറുപ്പത്തില്. ഇനി അത് കഴിഞ്ഞ് ആ കൊച്ചിനെയും കൊണ്ടൊന്ന് സ്വസ്ഥമായിട്ട് ഇങ്ങനെ ജീവിച്ചു 6-7 വയസ്സിലൊക്കെ വളരെ തർബിയത്ത് കൊടുത്ത്, നമ്മളിപ്പോ ഉംറ ചെയ്യുമ്പോ തവാഫ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടൈൽസ് ഇട്ട വെളി സ്ഥലം കണ്ട ഹിജർ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കളിച്ചു വളർന്ന സ്ഥലമാണ് തവാഫിന്റെ സ്ഥലം. അത് മുമ്പ് കഅബയുടെ മറച്ചിരിക്കാൻ ഇപ്പോ സൗകര്യാർത്ഥം തുറന്നു വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അതിലൂടെ സഞ്ചരിക്കാം, അതിൽ കയറി നമസ്കരിക്കാം. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ആ സ്ഥലം. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം അടുത്ത പരീക്ഷണമായിട്ട് ഇബ്രാഹിം നബി വരുന്നത്. ഇബ്രാഹിം നബി സ്വപ്നം കാണുകയാണ്, റബ്ബുൽ ആലമീനെ മോനെ അറുക്കാനായിട്ട്, പോയി കുട്ടീനെ അറുക്കാൻ. നിനക്ക് ഏറ്റവും, കാരണം കൊച്ചിനെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടം വരുന്നുണ്ട്. പക്ഷെ ആ കുഞ്ഞിനെ പോയി കാണാനല്ല അള്ളാഹ് പറഞ്ഞത്, അറുത്തേക്കാനാ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്റെ റഹ്മാനായ റബ്ബേ, നമ്മളോട് വല്ലോണ്ട് ഇത് പറയുന്നെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് അറുക്കുകയൊന്നും വേണ്ട, തന്ന കുട്ടീനെ മര്യാദയ്ക്ക് വളർത്താൻ പറഞ്ഞിട്ട്, നിന്റെ അള്ളാഹുടെ ദീനനുസരിച്ച് വളർത്താൻ പറഞ്ഞിട്ട് തന്നെ, സൗകര്യത്തോടുകൂടി വളർത്താൻ പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഇതിനൊന്നും പറ്റുന്നില്ല. സൗകര്യത്തോടുകൂടി ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊടുത്ത് അഡ്മിഷനൊക്കെ വാങ്ങിച്ച് ദുനിയാവിന്റെ എന്ത് സായത്തമാക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അള്ളാഹ് പറഞ്ഞ കോലത്തിൽ, അള്ളാഹ് പഠിപ്പിക്കാൻ പറഞ്ഞതൊക്കെ പഠിപ്പിക്കാനും എടുക്കാനൊക്കെ നമുക്ക് മടി. അതുപോലും ചെയ്യാത്ത നമ്മളാണ് ഈ വർഷം ഇബ്രാഹിം നബിയും കുടുംബത്തിന്റെയും ചരിത്രം വായിച്ച് ഇങ്ങനെ വെക്കുന്നത്. ഇതിങ്ങനെ വന്നിട്ട് പറയണം, അർക്കാൻ പറഞ്ഞിട്ട് റഹ്മാനായ റബ്ബേ, വരുന്ന ആ രംഗമൊക്കെ ഖുർആനിൽ ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കിയ സാഫാത്തും അതുപോലെ തന്നെ സ്വാദ് സൂറത്തൊക്കെ ഇങ്ങനെ ഓതി സൂറത്ത് അംബിയായിലെ നബിമാരുടെ ചരിത്രമൊക്കെ പരാമർശിക്കുന്ന ഭാഗമൊക്കെ എടുത്ത് നോക്കിക്കേ. ആ വരുന്ന സന്ദർഭത്തിൽ ആ കുഞ്ഞിനെ കാണുമ്പോ, ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി കുറെ ഈത്തപ്പഴവോ കുറച്ച് നല്ല സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടൊന്നുമല്ല പാവം ഇബ്രാഹിം നബി വരുന്നത്, കയ്യിലൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. വന്ന പാടെ എടുത്തു വെച്ച് കൊടുക്കാൻ ഒരു വിഭവം ഇല്ലെന്ന് മാത്രമല്ല, പൊന്നുമോനെ നിന്റെ ജീവൻ എടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നും കൂടിയാണ് ആ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചരിത്രത്തിന്റെ റഹ്മാനായ റബ്ബെ ആ കുഞ്ഞ് പറയുന്ന വാക്ക്, ഉപ്പ വെറും ഒരു മനുഷ്യനല്ല, ഉപ്പ അള്ളാന്റെ പ്രവാചകനാണെന്ന് എന്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് അള്ളാഹു പല പരീക്ഷണങ്ങളും നൽകും, അതിലൊക്കെ എന്റെ ഉപ്പ വിജയിക്കണം. ഉപ്പായെ ഒരു നാസിഹുൻ അമീനായിട്ട്, ഉപ്പാക്ക് എന്നെ ഒരു സാബിറായ നാസിഹായ ഒരു മകനായിട്ട് ഉപ്പാക്ക് കാണാം. ഉപ്പ എന്തായാലും ആ കർമ്മം ചെയ്യണമെന്ന് ആ മോനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന പൊന്നും സഹോദരിമാര്. ആ കുട്ടി അങ്ങനെ പറയണമെങ്കിൽ ആ വളർത്തിയ ഉമ്മാന്റെ തർബിയത്ത് എത്രയാണ്. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കുറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പ അങ്ങനെയാ, ഉപ്പ ഇങ്ങനെയാ, എന്റെ ഉപ്പ എന്റെ അടുത്ത് അങ്ങനെ കാണിച്ച്, എന്തൊക്കെ നുണയാ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയില്ല, സമാധാനം ഇല്ല, ഇരുതേ ഒരു സംരക്ഷണം ഇല്ലാതെ. പക്ഷെ ആ സ്ത്രീ ഉപ്പാന്റെ മഹത്വം പറഞ്ഞു, ഉപ്പ അള്ളാഹുടെ പ്രവാചകനാണ്, ഉപ്പ ദീന്റെ ദൗത്യം ചെയ്യാണ്, ഉപ്പ താമസിയാതെ വരും മോന്റെ അടുത്ത്, ഇങ്ങനെയൊക്കെ നല്ല നല്ല കാര്യം പറഞ്ഞ് ആ കുട്ടീനെ വളരെ തർബിയത്തായിട്ട് വളർത്തിക്കൊണ്ട് മാത്രം തന്നെയാണ് എന്റെ ഫുൾ ക്രെഡിറ്റ് ആ ഉമ്മക്ക് തന്നെയാണ്. ആ മീനയിലേക്ക് പോകുന്ന ആ കുട്ടി ആ ഉപ്പാനോട് പറയുന്ന വർത്തമാനങ്ങളൊക്കെ ചരിത്രത്തിൽ എഴുതിയിരിക്കുക, എന്നെ മലർത്തി കിടത്തി അറുക്കരുത് കേട്ടോ. അതുകൊണ്ട് ഇന്ന് എല്ലാ ബലിമൃഗങ്ങളെയും നമ്മൾ അറുക്കുമ്പോ മലർത്തി കിടത്തി അറുക്കാത്തത് ഇസ്മായിൽ നബി പറഞ്ഞു കൊടുത്തതാ ഉപ്പാനോട്. അതാണ് ഇന്ന് നമ്മൾ സാധാരണ മൃഗത്തെ അറുക്കുമ്പോ ചരിച്ചു കിടത്തിയിട്ട് അറുക്കണത്. ഉപ്പ എന്നെ മലർത്തി കിടത്തി അറുക്കരുത്, കാരണം ഉപ്പാക്ക് എന്നെ കാണുമ്പോ എന്റെ മുഖം നോക്കുമ്പോ അറുക്കാൻ തോന്നത്തില്ല ഉപ്പ. അല്ല പിന്നെ ഒരു കാര്യം, ഇപ്പൊ അറുക്കുന്നതിന് മുമ്പ് എന്റെ ഷർട്ട് ഊരി മാറ്റണം ഉപ്പ, കാരണം അതിനകത്ത് രക്തം പുരണ്ട് കൊണ്ട് ചെല്ലുമ്പോ എന്റെ ഉമ്മയുടെ മനസ്സ് വേദനിക്കും. ഒന്ന് ആലോചിച്ച് എനിക്ക്.
എന്റെ റഹ്മാനെ, ആ കുഞ്ഞിനെ അറുക്കുന്ന സമയത്ത്, അറുക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള നിമിഷത്തെ ഒരു പിതാവിന്റെ എല്ലാ ദൗർബല്യം പ്രവാചകനായ ഇബ്രാഹിമിന് വിതിൻ സെക്കൻഡ് വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ വൈകാരികതയുടെ ഇടയിൽ നിന്ന് പറഞ്ഞു, ഇല്ല റബ്ബെ, ഇല്ല ഇല്ല ഇല്ല, എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്റെ മോനോടുള്ള സ്നേഹവും വാത്സല്യം കൂടി വരുന്നുണ്ട്, പക്ഷെ ഇല്ല, അതിനേക്കാളും വലുത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളാഹു നീയാണ് വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു പറഞ്ഞു ഒറ്റ അറുക്കൽ അങ്ങോട്ട് അറുക്കണം, തിളച്ച ആ മൂർച്ചയുള്ള കത്തി വെച്ചിട്ട്. ആ സമയത്ത് ആകാശ ലോകത്ത് ഒരു ഗർജനമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഇബ്രാഹിം നീ വിജയിച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല. നീ ജിബ്രീല ഒരു ആടിനെയും കൊണ്ടുവരുന്നത്, നീ വിജയിച്ചിരിക്കുന്നു ഇബ്രാഹിം, അള്ളാഹുവിന്റെ പരീക്ഷയുടെ ഈ അജത്തിന് ഈ ആടിനെ അറുത്തു എന്ന് പറഞ്ഞ് അത് കേട്ട മാത്രം എന്റെ ഉപ്പ വിജയിച്ച സന്തോഷത്തിൽ, എന്റെ ഉപ്പ അള്ളാഹുവിന്റെ പരീക്ഷയിൽ വിജയിച്ചു എന്ന സന്തോഷത്തിൽ കുഞ്ഞു മോൻ ഇസ്മായിൽ പറയാണ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, നാഥാ നിനക്ക് സർവസ്തുതി, നീ വലിയവനാണ്, നീ അല്ലാതെ ആരാധനക്കർഹൻ വേറെ ആരുമില്ല, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, സർവസ്തുതി നിനക്കാണ്. ഇങ്ങനെ പറഞ്ഞ ആ രംഗം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ, നമ്മുടെ തക്ബീർ ചൊല്ലുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലോട്ട് ഓടി 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 വരണം സഹോദരിമാരെ. നല്ല മനസ്സോടുകൂടി ആ ഇബ്രാഹിം കുടുംബത്തിൽ നിന്ന് പാഠം നമ്മൾ ഉൾക്കൊള്ളണം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആത്മാർത്ഥമായിട്ടാണ് ദീന്റെ മാർഗത്തിൽ പണിയെടുത്തത്. ദീന്റെ മാർഗത്തിൽ പണിയെടുത്ത ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് 5 ആളുകളെയാണ് കിട്ടിയെന്നാ പറയുന്നത്. 2 ഭാര്യമാര്, ഹാജറയും പിന്നെ സാറയും, പിന്നെ 2 മക്കള്, സാറയിലുള്ള മോൻ ഇസ്ഹാക്കും പിന്നെ ഹാജറിലുള്ള മകൻ ഇസ്മായിലും, പിന്നെ സഹോദരൻ ഹാറാന്റെ പുത്രൻ ലൂത്ത് നബി, ലൂത്ത് എന്ന് പറഞ്ഞ സഹോദരന്റെ മകനും. ഈ ഇത്രയും പേരേ ഉള്ളൂ. പക്ഷെ ഈ 5 പേരിൽ നിന്ന് വലിയൊരു ഉമ്മത്ത് ഇബ്രാഹിം നബിയിൽ നിന്ന് വരുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടിയുള്ള, ഏകദേശം 155 വയസ്സിലാണെന്നും 159 വയസ്സിലാണ് ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്ന വഫാത്താകുന്നെന്നും ചരിത്രത്തിൽ റിപ്പോർട്ടുണ്ട്. എന്നാൽ ഈ കാലയളവിൽ അദ്ദേഹം പണിയെടുത്തിട്ട് 5 പേരാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പക്ഷേ പിൽക്കാലത്ത് ആ 5 പേരിലൂടെ വലിയൊരു ഉമ്മത്ത്, ഇബ്രാഹിം നബിയുടെ മൂത്ത മകൻ ഇസ്മായിൽ നബി വഴി പരമ്പര വന്ന് അവസാനിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. ഇബ്രാഹിം നബിയുടെ 2ാമത്തെ മകൻ സാറായിലുള്ള ഇസ്ഹാഖ് നബിയുടെ പരമ്പര വന്ന് അവസാനിക്കുന്നത് മഹാനായ ഈസായിലാണ്. അതിനു മുമ്പുള്ള എല്ലാ പ്രവാചകൻ, ബനി ഇസ്രായേലിലുള്ള സകല പ്രവാചകന്മാരും, മൂസ, ഈസ, ഹാറൂൻ, സുലൈമാൻ, ദാവൂദ് എല്ലാം ആ ഖൗമിൽ പെട്ടതാണ് സഹോദരിമാര്. അപ്പോ ഇബ്രാഹിം നബി വലിയൊരു ഉമ്മത്താണ്. ഇബ്രാഹിം നബി വലിയൊരു ഉമ്മത്ത്. ആതൈനാഹു ഫിദ്ദുനിയ ഹസന വ ഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. ഇഹലോകത്ത് അദ്ദേഹത്തിന് നാം നന്മ നൽകിയിരിക്കുന്നു, പരലോകത്താകട്ടെ അദ്ദേഹം സദ്വൃത്തരുടെ, ഇഹലോകത്ത് അദ്ദേഹത്തിന് നന്മ. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കി എന്തൊക്കെ നന്മയാ ഉള്ളത് സഹോദരിമാരെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ദുരിതം പിടിച്ച ജീവിതം, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, അറുക്കല്, ഭാര്യയെ ഉപേക്ഷിക്കല്, അള്ളാടെ പരീക്ഷ, എന്നിട്ട് അള്ളാഹ് പറയണം ആതൈനാ ഫിദ്ദുനിയ ഹസന, ഇഹലോകത്ത് നാം അദ്ദേഹത്തിന് നന്മ ധാരാളം നൽകിയിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് അപ്പൊ അള്ളാഹ് നന്മ കൊണ്ട് ഉദ്ദേശിച്ചത് ആലോചിച്ച് നോക്കിയേ സഹോദരി. ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ഗുണപാഠമുണ്ട്. ആ ഇബ്രാഹിം നബിയെ നോക്കിയിട്ട് അള്ളാഹുടെ എല്ലാ പരീക്ഷയിലും ഇബ്രാഹിം നബി വിജയം കരസ്ഥമാക്കിയപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബി ലോക നേതാവായി പ്രഖ്യാപിച്ചു. ആ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിന്തുടരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളായ നമ്മളോട് ഓരോരുത്തരോടും അനിത്തബഅ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ വത്തഖദ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. മഖാം ഇബ്രാഹിം നിസ്കരിക്കാൻ നമ്മളോട് ഓരോരുത്തരോടും അള്ളാഹു ഇബ്രാഹിം നബി നിന്ന സ്ഥലത്ത്, ഇബ്രാഹിം നബി നിന്ന സ്ഥലത്ത് നിസ്കരിക്കാൻ. തവാഫ് പൂർത്തിയാകണേ മഖാം ഇബ്രാഹിമിന്റെ പിന്നിന്ന് 2 റക്അത്ത് നിസ്കരിക്കണം. എന്ത് പദവിയാന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അധിവസിച്ച മക്ക നാട്, ഒരു ജലശൂന്യമായ, ഫലശൂന്യമായ, ഭക്ഷിയില്ല, വെള്ളമില്ല, ഒന്നുമില്ലാത്ത ആ സ്ഥലത്തെ ഹാദൽ ബലദിൽ അമീൻ, നിർഭയ നാടാക്കാനാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. അള്ളാഹുവെ, ആരുമില്ലാത്ത സ്ഥലത്ത് എന്റെ ഭാര്യയും കുഞ്ഞിനെ പടച്ചവനെ നീ സംരക്ഷിക്കണേ. അപ്പൊ അള്ളാഹു മാനവരാശി ഖിയാമ 1-ാം തീയതി വരെയുള്ള ജനതയോട് വത്തീൻ വസ്സൈത്തൂൻ വഹാദൽ ബലദിൽ അമീൻ, നിർഭയ നാടിനെ തന്നെയാണ് സത്യം. അപ്പോ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്താനുള്ള തയ്യാറെടുപ്പ്, സന്മനസ് കാണിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും പിടിക്കാൻ പോകുന്ന നോമ്പും ദുൽഹജ്ജ് മാസത്തിലെ നോമ്പും ബലികർമ്മവും ഹജ്ജും ബലിപ്പെരുന്നാൾ എല്ലാം പ്രതിഫലമാകുന്നത്. സർവശക്തനായ അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും. അങ്ങനെ ഒന്ന്
ചെറുതായിട്ടൊന്ന് ഓടിച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മുടെ അറഫ ദിവസം യൗമുൽ അറഫയില് മക്കയില് ഈ വരാൻ പോകുന്ന ശനിയാഴ്ച അറഫ മൈതാനിയില് എല്ലാ ഇയറിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ആകെ ഒന്നേ ചെയ്തിട്ടുള്ളൂ. ഹിജ്റ 10-ാം വർഷം. ഹിജ്റ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യുന്നു. ദുൽഹജ്ജ് കഴിഞ്ഞു, മുഹറം കഴിഞ്ഞു, സഫറിൽ ജസ്റ്റ് ഒരു പനി പിടിക്കുന്നു. റബിയുൽ അവ്വൽ 12 വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് ഒരൊറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. അത് ഹിജ്റ 10-ാം വർഷമാണ്. ആ സമയത്ത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രൗഢോജ്ജലമായ നല്ലൊരു ഖുതുബ ആ അറഫ മൈതാനിയിൽ നിന്ന് ചൊല്ലി പറഞ്ഞു. അപ്പൊ ഞാൻ ഹജ്ജിന് പോയ സമയത്ത് അത് അറബിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അറബിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോ അതിന്റെ ഒരു പ്രിന്റ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ എഴുതി വെച്ചതാണ്. അത് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ആ ഒരു കുറഞ്ഞ ഒരു 10-12 കാര്യങ്ങൾ അതും നമ്മൾ ഈ അറഫായുടെ ദിനം നമ്മൾ ഓർക്കണം സഹോദരിമാരെ. ആരും ശാഠ്യം പിടിക്കല്ലേ. കാരണം നാളെ യൗമു തർവിയ ആണെന്ന് മക്കയെ നാട്ടിൽ പോയിട്ടുള്ളവരൊക്കെ നിങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതിന്റെ അടുത്ത ദിവസം അവർ അറഫയിൽ നിൽക്കുകയാണ് എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ദിവസം അറഫ മൈതാനിയിൽ വെച്ച് ഈ വർഷവും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അവിടെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തന്നെയാണ് എല്ലാ ഇയറിലും കാണും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിൽ നിന്നുകൊണ്ട് ദുൽഹജ്ജ് 9 അറഫ മൈതാനത്തിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനകോടികളെ അഭിമുഖീകരിച്ചുകൊണ്ട്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ പ്രയത്നത്തിന്റെ റിസൾട്ട് ആയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണ്. അവരെല്ലാരും അറഫ മൈതാനി ഇഹ്റാമിന്റെ വേഷത്തിൽ, ഹജ്ജിന്റെ വേഷത്തിൽ നിന്നപ്പോ നബി സന്തോഷത്തോടുകൂടി പറയണ, അള്ളാഹുവിന്റെ ദാസന്മാരെ, എന്റെ കൂട്ടുകാരെ, അള്ളാഹുവിന്റെ അടിമകളെ, അള്ളാഹുവിനോട് ഭക്തിയും സ്നേഹവും ഉള്ളവരായി നിങ്ങൾ ജീവിക്കണം. അതിന് എന്നോടാണ് ഞാൻ അത് ആദ്യമായി ആജ്ഞാപിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരോടും അനുശാസിക്കുന്നു. അള്ളാഹുവിനോട് എപ്പോഴും സ്നേഹം. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളോട് എപ്പോഴും ഞാൻ ശാന്തമായിട്ട് പറയാറുണ്ട്, സ്നേഹപൂർവ്വം പറയാറുണ്ട്, നമുക്ക് എപ്പോഴും അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടാകണം, പേടി ഉണ്ടാകണം, പ്രതീക്ഷ ഉണ്ടാകണം. നബി എപ്പോഴും പറയുന്ന കാര്യമാണത്. ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് നമുക്ക് നല്ല ഒരു കാമില ഈമാൻ ഉണ്ടാകുന്നത്. അള്ളാഹിനെ നബി ഇതിവിടെ ഹജ്ജത്ത് അറഫായിൽ പറഞ്ഞതാണ്, നിങ്ങൾ എല്ലാവരും അള്ളാഹിനെ സ്നേഹിച്ചും പ്രതീക്ഷിച്ചും ഭയപ്പെട്ടും കഴിയണം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയാണ്, ഞാൻ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കണം, ജനങ്ങളെ ശ്രദ്ധിക്കണം. ഈ വർഷത്തിന് ശേഷം നിങ്ങളോടൊപ്പം മറ്റൊരിക്കൽ കൂടി ഹജ്ജ് ചെയ്യാൻ ഇങ്ങനെ ഒത്തുചേരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതിനാൽ ഞാൻ പറയുന്നത് കരുതലോടുകൂടി നിങ്ങൾ കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ പറയുന്നത്, കാരണം നബിക്ക് മനസ്സിലായി. നബി ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് സൂറത്ത് മാഇദയിലെ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നുള്ള ആയത്ത് അവതരിക്കുന്നത്. ഇന്നത്തെ ദിവസം ദീൻ ഇതാ പരിപൂർണമാക്കിയിരിക്കുന്നു, ഞാൻ തൃപ്തിപ്പെട്ട് പരിപൂർണമാക്കി നബിയെ താങ്കൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബിക്ക് മനസ്സിലായി ഇനി വഹിയൊന്നും വരാൻ സാധ്യതയില്ല. ഇത് പൂർണ്ണമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി എക്സ്ട്രാ ഇനി ഒന്നും വരാനില്ല. അപ്പൊ ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യമൊക്കെ തീർന്നു, ഇനി എന്റെ ആയുസ് തീരാൻ സമയമായി, ദുനിയാവിൽ നിന്ന് തീരാൻ സമയമായി എന്ന് നബിക്ക് മനസ്സിലായി. അതിന്റെ പിറകെ തന്നെ അതിന്റെ തൊട്ട് മുമ്പേ, ഈ ഹജ്ജിനായിട്ട് ആളുകൾ വരുന്നതിന്റെ തൊട്ട് മുമ്പേ, ഹജ്ജിന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പേ സൂറത്തുൽ നസ്ർ അവതരിച്ചു. ഇദാ ജാഅ നസ്റുല്ലാഹ് വൽ ഫതഹ്, ഇദാ ജാഅ വന്ന നസ്റുല്ലാ. ഹജ്ജിനായിട്ടൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ തുരുതുരെ വരാൻ വേണ്ടി പേര് കൊടുക്കുന്നു, പേരെഴുതുന്നു, പിന്നെ പണം അടയ്ക്കുന്നു, ഇങ്ങോട്ട് വരാൻ വേണ്ടിയൊക്കെ തിരക്ക് കൂട്ടുന്നു. ആ സമയത്ത് ആയത്ത് അവതരിച്ചു സൂറത്തുൽ നസ്ർ. ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഈ അൽ യൗമ അക്മൽതു ലക്കും എന്നുള്ള ആയത്ത് ഇറങ്ങി. അതിന് തൊട്ട് മുമ്പേ ഈ ആയത്ത് അവതരിച്ചു. ഇദാ ജാഅ വന്നാൽ നസ്റുല്ലാ, അള്ളാന്റെ സഹായം, വൽ ഫതഹ്, ജീവിത വിജയവും നിന്റെ ജീവിതത്തിലേക്കാണ്. ഫീദീനില്ല ഫുവാജ, കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ ദീനിലേക്ക് വരുന്നതും കണ്ടാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ രക്ഷിതാവിന് വേണ്ടി ധാരാളം ഹംദ് അർപ്പിക്കുക. വസ്തഗ്ഫിറുഹു, തൗബ ഇസ്തിഗ്ഫാറും ചെയ്യുക എന്ന്. അപ്പൊ ഈ ആയത്തും ഈ 2 ആയത്തൊക്കെ അവതരിച്ചപ്പോ നബിക്ക് ഏകദേശം മനസ്സിലായി, ഞാൻ ഇവിടുന്ന് പോകാൻ സമയമായി, ദുനിയാവിൽ നിന്ന് പോകാൻ സമയമായി, എന്റെ ഡ്യൂട്ടി തീരാൻ സമയമായി എന്ന് മനസ്സിലാക്കി നബി അവരോട് പറയുകയാണ്, ഈ വർഷത്തെ ഈ ഹജ്ജിന് ശേഷം, ഇതിന് ശേഷം നിങ്ങളോടൊപ്പം ഇനി ഒരിക്കൽ കൂടി ഞാൻ ഒത്തുചേരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ആയതിനാൽ ഞാൻ ചില കാര്യം നിങ്ങളോട് പറയാം, അത് നിങ്ങൾ ഉൾക്കൊള്ളണം. ഉൾക്കൊള്ളുക മാത്രമല്ല, എന്റെ ഈ സന്ദേശം കേൾക്കാൻ പോകുന്നവർ ഇത് കേട്ടതിന് ശേഷം ഇത് കേൾക്കാത്ത ഒരുപാട് ജനങ്ങളുണ്ട്, അവർക്ക് എത്തിച്ചു കൊടുക്കണം. ഒരുപക്ഷെ എന്നിൽ നിന്ന് നേരിട്ട് കേൾക്കുന്ന നിങ്ങളെക്കാൾ ഉത്തമരായേക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു 12 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാൻ, എന്റെ പൊന്നു മക്കളായ ഈ മിഷ്കാത്തിലെ യാസീനിലെ ആൾക്കാർ ഇന്ന് കേട്ട എനിക്കും നിങ്ങൾക്കും
നമുക്ക് പരസ്പരം ഇത് കേട്ടിട്ട് ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളണം. അതിൽ ഒന്നാമതായിട്ട് നബി പറയുന്നത്, ആരും ആരുടെയും രക്തം ചീന്തുകയോ ധനം അപഹരിക്കുകയോ അഭിമാനം തകർക്കുകയോ ചെയ്യരുത്. ഇത് മൂന്നും ആദരിക്കപ്പെടേണ്ടതാണ്. ഇത് പറയുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നാട് എത്ര പവിത്രമാണോ, ഈ നാട് എത്ര പവിത്രമാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ നാട്, ഈ മാസം എത്ര ദുൽഹജ്ജ് മാസം എത്ര ആദരവ് നിറഞ്ഞതാണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുകയാണ്, ഈ ദിവസം, ഈ അറഫാ ദിനം അള്ളാഹുവിന്റെ മുമ്പിൽ എത്ര ശ്രേഷ്ഠതയാണോ. അപ്പൊ ഈ നാട് പവിത്രമാണ്, ഈ ദിവസം പവിത്രമാണ്, ഈ മാസം ശ്രേഷ്ഠമാണ്. ഇതുപോലെ ഓരോരുത്തരുടെയും അഭിമാനം അങ്ങേയറ്റം പവിത്രമാണ്. അത് പരസ്പരം ആരും അത് അപഹരിക്കുകയോ ഇല്ലായ്മ ചെയ്യുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, ആരുടെയും ധനം അനർഹമായി എടുക്കാൻ പാടില്ല. അത് ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളും. നബി പറഞ്ഞതാണ്. ഇപ്പൊ നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് എന്തോ ഒരു കാര്യത്തിന് ദേഷ്യം പിടിച്ചപ്പോഴത്തേക്ക് കറുത്തവന്റെ മകനെ ഇങ്ങനെ വിളിച്ചപ്പോ ബിലാല് സങ്കടത്തോടെ നബിയോട് ചെല്ലുമ്പോ, അബൂദർ റളിയല്ലാഹു അൻഹു ആണെന്നാണ് ഓർമ്മ, അബൂദറിനെ വിളിച്ചിട്ട് നബി ശാസിക്കുന്നുണ്ട്. നിന്നിൽ ജാഹിലിയത്ത് ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞ് ശാസിക്കുന്നുണ്ട്. അത് അഭിമാനത്തെ തകർക്കല്. അപ്പൊ നമ്മൾ ചിലപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് അവര് വേദനിച്ചിട്ട്, അള്ളാ അന്ന് എന്നെ ഷാക്കിർ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വല്ലാണ്ടങ്ങ് ആയിപ്പോയി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നബിയുടെ ഈ ഉത്ബോധനത്തിനെതിരാണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ ജീവിതത്തിൽ നമ്മൾ അതുപോലെ തന്നെ ധനം, ആരുടെയും സ്വത്ത് അവർക്കിഷ്ടമില്ലാതെ അനർഹമായതൊന്നും ഞാൻ നേടിയിട്ടില്ല എന്ന് ആത്മസംതൃപ്തിയിൽ വേണം സക്രാത്തിന്റെ ജംഗ്ഷനിലെത്താൻ. ജീവിതത്തിന്റെ എല്ലാം കഴിഞ്ഞ് മരണക്കിടക്കയിൽ വന്ന് കിടക്കുമ്പോ ഞാൻ അനർഹമായതൊന്നും തന്നെ എന്റെ സമ്പാദ്യത്തിലോ എന്റെ വരുമാനത്തിലോ എന്റെ വീട്ടിൽ ആരുടെയും അർഹതയില്ലാത്ത മുതൽ വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഒരാൾക്ക് മരിക്കാൻ സാധിച്ചാൽ അത് ജീവിതത്തിലെ മികവുറ്റ വളരെ സൗഭാഗ്യമാണ്. അതേസമയം അനർഹമായതൊക്കെ നേടിക്കൂടി എടുത്തിട്ടാണ് പോകുന്നെങ്കിൽ കനത്ത വില കൊടുക്കേണ്ടി വരും മഹ്ശറാമുറ്റത്ത്. അങ്ങനെ കഷ്ടപ്പെടാതിരിക്കാൻ ഹജ്ജത്തുൽ വദായിലെ പ്രസംഗത്തിന് നബി ആദ്യം തന്നെ പറഞ്ഞു, ആരും ആരുടെയും ധനം അപഹരിക്കരുത്, അഭിമാനം തകർക്കരുത്, രക്തം ചെയ്തരുത്, യുദ്ധമൊന്നും ചെയ്യരുതെന്ന്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം. ഇന്നിപ്പോ യുദ്ധമൊന്നും ഇല്ല, വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം വെക്കരുത്. ഭാര്യയും ഭർത്താവുമായിട്ട് മക്കളും ഉമ്മയായിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും യുദ്ധം വെക്കരുത്. ഇത് നബിയുടെ കൽപ്പനയാണ്. ഹജ്ജത്തുൽ വദായിലെ അവസാനത്തെ പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നെഞ്ചിലേറ്റേണ്ടതാണ്. കാരണം നമ്മുടെയൊക്കെ ഉമ്മമാര് മരിക്കാൻ നേരത്ത് എന്തെങ്കിലും ഒന്ന് അവസാനമായിട്ട് പറഞ്ഞാല് നമ്മള് അത് നെഞ്ചിലേറ്റും. ഞാൻ മക്കളെ പ്രസവിക്കുന്ന സമയത്ത് പാത്തായി എന്ന് പറഞ്ഞൊരു ഇത്താത്താണ് എനിക്ക് പ്രസവത്തിന് ശുശ്രൂഷയ്ക്ക് നിന്നത്. ആ സ്ത്രീ ഒരു 70 വയസ്സാണ്, നല്ല ആക്റ്റീവാണ്. എന്റെ പ്രസവത്തിനൊക്കെ എന്റെ ഒപ്പം നിന്നിട്ട് അവര് ചെറിയൊരു ആൺകുട്ടീനെ കണ്ടാൽ തന്നെ മതി, ഓടും അവര്. ചെറിയ കൊച്ചു പിള്ളേരെ കണ്ടാൽ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് താത്ത, അതിന് കൊച്ചു പിള്ളേരല്ലേ, 10-15 വയസ്സല്ലേ, താത്താക്ക് 70 വയസ്സുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ, ഇല്ല മോളെ ഷാക്കിറ ഒന്നും തോന്നരുത്, എന്റെ ഭർത്താവിന്റെ മരണസമയത്തുള്ള അവസാന വസിയത്ത് തന്നെ പാത്തായി, നീ ഒരൊറ്റ ആൺകുട്ടികളുടെ മുഖത്തിട്ട് നോക്കരുത്. അതുകൊണ്ട് അങ്ങനെ നോക്ക്, നമുക്ക് രണ്ടാൾക്ക് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണം, നീ ആരെയും കല്യാണവും കഴിക്കരുത്, നീ ഒരൊറ്റ ആൺകുട്ടീന്റെ മുഖത്തിട്ട്. ഞാൻ ഇന്ന് ഇതുവരെ എന്റെ 30ാമത്തെ വയസ്സിലാണ് ഭർത്താവ് മരിച്ചത്. ഇപ്പൊ ഏകദേശം 40 വർഷം കഴിഞ്ഞിട്ടുണ്ട്, 45 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇതുവരെ ഒരു ആൺകുട്ടീന്റെ മുഖത്തിട്ട് നോക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, വർഗത്തിൽപ്പെട്ട പൂവൻകോഴിയുടെ മുമ്പിൽ പോലും ഞാൻ നിൽക്കത്തില്ല. ആ സ്ത്രീ പറഞ്ഞ എന്നോട്, ഞാൻ അതിശയിച്ചു പോയി. കണ്ട, അവസാനത്തെ വർത്തമാനം. ഞാൻ നിലമ്പൂർ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഇവിടെ തന്നെ അനിയത്തിയുടെ വീട്ടിലോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വേലായുധൻ എന്ന് പറഞ്ഞ ഒരാളെ ഷൊർണൂര് വെച്ച് കണ്ടുമുട്ടി. അയാൾ കോഴിക്കോട് കുതിരവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തെ ഭ്രാന്താലയത്തിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയിൽ കയറിയ ആളാണ്. അപ്പൊ അയാൾ പറയുകയാണ്, അയാൾ ഇങ്ങനെ കുറച്ചു നേരം എന്റെ ഭർത്താവ് ചേട്ടൻ എങ്ങോട്ടാ, അങ്ങനെ ഞാൻ കുതിരവട്ടത്തേക്ക് പോകും, എന്റെ പെങ്ങൾ അവിടെ ഭ്രാന്തിയാണ്, അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ലേ? അത് ഞാൻ കല്യാണം കഴിച്ചില്ല. അതെന്താ? എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എന്റെ അമ്മ മരിക്കാൻ നേരം അവസാനമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, വേലായുധ, നിന്റെ കയ്യിൽ എന്റെ മോളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോണത്, എന്റെ മോള് ഭ്രാന്തിയാണ്, മാനസികമായ ബുദ്ധിമുട്ടുള്ള ആളാണ്, അതുകൊണ്ട് മരണം വരെ നീ അവളെ നോക്കിക്കോണം എന്ന് എന്റെ അമ്മ എന്നോട് അവസാനമായി ഉപദേശിച്ചതാണ്. എന്റെ അമ്മയുടെ അവസാനത്തെ വാക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി, അതിനെ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതത്തിൽ നിർണായക ഘട്ടത്തിൽ തന്നെ കല്യാണം വേണ്ടെന്ന് വെച്ചു. കാരണം കല്യാണം കഴിച്ച ഭാര്യയും മക്കളും അല്ലെ, എന്റെ പെങ്ങള് വല്ലതും ബുദ്ധിമുട്ടിച്ചാലാ, പെങ്ങൾ അവർക്കൊരു അസ്വസ്ഥതയായാലും, അതുകൊണ്ട് അവരുടെ അസ്വസ്ഥതയ്ക്കൊന്നും വഴി വെക്കണ്ടെന്ന് ഓർത്ത് ഞാൻ കല്യാണം പോലും ഉപേക്ഷിച്ചിരിക്കും, എന്റെ അമ്മയുടെ അവസാനത്തെ ഉപദേശം പാലിക്കാൻ. സഹോദരിമാരെ,
ഒന്ന് ആലോചിച്ച് നോക്ക്. ഇയാൾക്ക് എന്തെങ്കിലും സ്വർഗ ഓഫർ ഉണ്ടാ? ഇങ്ങനെയൊക്കെ ചെയ്താൽ സ്വർഗം കിട്ടുന്ന ഒരു ഓഫറും ഇല്ല. എന്നിട്ട് പോലും അവസാനത്തെ വസിയത്ത്, എങ്കിൽ നമ്മളെ ഏറെ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഉപദേശമാണ്, നിങ്ങൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമാനം തകർക്കരുത്, ആരുടെയും ധനം അപഹരിക്കരുത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് അന്ന് യുദ്ധമൊക്കെ ഉള്ള കാലമായിരുന്നു. ഇന്നത്തെ കാലത്ത് യുദ്ധമൊന്നുമില്ല, പക്ഷെ തമ്മി മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ്, പണ്ഡിതന്മാർ യുദ്ധമാണ്, വീട്ടിൽ യുദ്ധമാണ്, ആകെ അങ്ങോട്ടും ഒരു വല്ലാത്ത ജഗവഗ്. അതങ്ങോട്ട് ഒഴിവാക്കണമെന്നാണ് നബിയുടെ താല്പര്യം. ഇനി രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജനങ്ങളെ നബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മനുഷ്യരെല്ലാം അള്ളാഹുലേക്കുള്ള യാത്രയിലാണ്, മനുഷ്യരെല്ലാം അള്ളാഹുലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയ്ക്കൊടുവിൽ അള്ളാഹുവിന്റെ സന്നിധിയിലെത്തി ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കുവാൻ എല്ലാവരും ബാധ്യസ്ഥനാണ്. ഇനി സൂറത്ത് തക്വീറിലേക്ക് വാ. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖിഹി. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ എല്ലാവരും അധ്വാനത്തിലാണ്, നിങ്ങളുടെ അധ്വാന ഫലത്തോടുകൂടി നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടും, അപ്പോൾ നിങ്ങളുടെ കർമ്മത്തെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. ഈ യാത്രയ്ക്കൊടുവിൽ നിങ്ങൾ എല്ലാവരും അള്ളാഹുലേക്ക്, നമ്മളെല്ലാവരും ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖി, വിശുദ്ധ ഖുർആൻ. ഈ യാത്രയ്ക്കൊടുവിൽ അള്ളാഹുവിന്റെ സന്നിധിയിലെത്തി ജീവിതത്തിന്റെ കണക്ക് മുഴുവൻ ബോധിപ്പിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. അള്ളാഹിന്റെ റസൂലിന്റെ രണ്ടാമത്തെ ഉപദേശം. ബാങ്ക് വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വിശ്വസിച്ചേൽപ്പിച്ചത് എന്തും അമാനത്താണ്, അമാനത്തിനെ ഖിയാനത്ത് നടത്തി സ്വന്തമാക്കരുത്, അത് യഥാർത്ഥ അവകാശികൾക്ക് തീർച്ചയായിട്ടും തിരിച്ചു നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് അറഫ മൈതാനിയിലെ മൂന്നാമത്തെ ഉപദേശമാണ്, വിശ്വസിച്ചേൽപ്പിച്ചത് എന്തും അമാനത്താണ്. സഹോദരിമാരെ, നമ്മളെ ആരെങ്കിലും വിശ്വസിച്ച് ഷാക്കിറ ഇത് ആരോടും പറയരുത്. സൂറത്തുൽ ഇൻഷിഖാഖിലാണ് അത്. ഇൻഷിഖാഖായിരിക്കും. ഇൻഫിത്താറാണോ ഇൻഷിഖാഖാണോ? ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖിഹി. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖിഹി എന്നതാണ് ആയത്ത്. ഇൻഷിഖാഖിൽ ആറാമത്തെ ആയത്താണ്. ഇൻഷിഖാഖിൽ ആറാമത്തെ ആയത്ത്. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ എല്ലാവരും അത്യധ്വാനത്തിലാണ്, നിങ്ങളുടെ അധ്വാന ഫലത്തോടുകൂടി അള്ളാഹുനെ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും നല്ല ലഗേജിലെല്ലാം നല്ലത് എടുത്ത് വെക്കണം എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യം. മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം, വിശ്വസിച്ചേൽപ്പിക്കുന്നത് എന്തും അമാനത്താണ്, അമാനത്തിനെ ഖിയാനത്ത് നടത്തി സ്വന്തമാക്കരുത്, അത് യഥാർത്ഥ അവകാശികൾക്ക് തീർച്ചയായും തിരിച്ചു കൊടുക്കണം. അപ്പൊ നമ്മളോട് ആരെങ്കിലും വിശ്വസിച്ച് എന്തെങ്കിലും ഏൽപ്പിച്ചാൽ, നമുക്ക് ആരെങ്കിലും ഇത്തിരി പൈസ കടം തന്നാൽ നമ്മളെ വിശ്വസിച്ച് തരികയാണ്, അത് തീർച്ചയായിട്ടും തിരിച്ച് അവർ ചോദിക്കാതെ തന്നെ അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് തിരിച്ചു കൊടുക്കണം. അവർക്ക് ഒരുപാടുണ്ട് പിന്നെ കൊടുക്കാം, അങ്ങനൊന്നും ചിന്തിക്കരുത്. അവർ നമ്മളെ വിശ്വസിച്ച് തന്നതാ, അത് എന്ത് സാധനം ആയിക്കൊള്ളട്ടെ. ഇനി നിങ്ങൾ ഒരു വീട്ടിൽ ഫംഗ്ഷന് പോകുമ്പോൾ അവിടുന്ന് കുറച്ചൊരു അച്ചാർ എടുക്കുക, അവിടുത്തെ ഒരു ചെറിയ പാത്രമാണ് എടുത്തുകൊണ്ട് വരുന്നത്, അവർക്കത് ചിലപ്പോൾ പ്രിയപ്പെട്ടതായിരിക്കും. നിങ്ങൾ കൊടുക്കാതെ അവരുടെ മനസ്സൊരു അത് കൊണ്ടുവന്നില്ല എങ്ങനാ ചോദിക്കുക, ഒന്നാലോചിക്കുക. അതുകൊണ്ട് എന്താണോ നിങ്ങൾക്ക് വിശ്വസിച്ച് തരുന്നത്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് തിരിച്ചു കൊടുക്കണം. പ്രത്യേകിച്ചും ഇത് ആരോടും പറയരുത് കേട്ടാ ഷാക്കിറ, ഇത് ആരോടും പറയരുത് കേട്ടാ ഹസീന എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നമ്മളോട് വളരെ ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അത് വേറൊരാളോട് അത് ആരോടും പറയില്ല അതങ്ങോട്ട് പറയുന്നത് ഈ പ്രവാചകന്റെ ഈ ഉത്ബോധനത്തിനെതിരാണ്, അനുസരണക്കേടാ കാണിക്കല്. അമാനത്താനെ ഒരിക്കലും ഒരു മുഅ്മിനായ സ്ത്രീ അമാനത്തിനെ സൂക്ഷിക്കുന്നവളാണ്. അമാനത്തിന് ഖിയാനത്ത് നടത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിലെ മൂന്നാമത്തെ ഉപദേശമാണ്. ഇനി അടുത്തതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പലിശ കടുത്ത പാപവും അനീതിയും അക്രമവുമാണ്. എല്ലാവിധ പലിശ ഇടപാടുകളിൽ നിന്നും വിശ്വാസി വിട്ടു നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എല്ലാ പലിശകളും ഇന്നത്തെ ദിവസം ഇവിടെ ഞാൻ റദ്ദാക്കിയിരിക്കുന്നു, പലിശ പാടില്ല എന്ന് അള്ളാഹു വിധിച്ചു കഴിഞ്ഞു, അതിനാൽ ഞാൻ ആദ്യമായി റദ്ദ് ചെയ്യുന്നത്. ഇത് നബി പറയുമ്പോൾ നബിയുടെ പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് ലക്ഷക്കണക്കിന് റിയാല് ആ കൂടിയിരിക്കുന്ന ജനത അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് കൊടുക്കാനുണ്ട്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാനുണ്ട്. ആരും ഇങ്ങോട്ട് പലിശ ഇനി കൊണ്ടുവരണ്ട, ഞാനിത് അത് കൊണ്ടുവരുന്നതിന് റദ്ദ് ചെയ്തിരിക്കുന്നു, ഇന്ന് മുതൽ ഇനി ആരും പലിശ ഇടപാട്. ഇത് പറഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം എത്ര വർഷം, 1400
45 വർഷത്തോളമായി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട്. ഇപ്പോഴും നമ്മുടെ ജനതയ്ക്ക് ഒരു മടിയുമില്ല. ബിസിനസ് ചെയ്യാൻ, വീട് വെക്കാൻ, വാഹനം എടുക്കാൻ. എന്നിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി പിന്നെ ബിസിനസ് ചെയ്തിട്ട് ആ പൈസ കൊണ്ട് ധർമ്മം ചെയ്യാൻ ആർക്ക് വേണം ഈ ധർമ്മ പൈസ? അള്ളാഹു പരിശുദ്ധമായത് മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 1 ദീനാർ പലിശ 30 വ്യഭിചാരത്തെക്കാൾ കടുപ്പമാണ്. ഒരു വ്യഭിചാരം കഴിഞ്ഞ വന്ന സ്ത്രീ അവർ നമ്മുടെ മുമ്പിലേക്ക് തൗബയൊക്കെ ചെയ്ത് ക്ലിയർ ആയിട്ട് വന്ന് നമ്മുടെ മുമ്പിൽ നിന്നാലും നമുക്ക് അവരോടൊരു വെറുപ്പാണ്. ഇവര് ആ മോശപ്പെട്ട സ്ത്രീ എന്ന് നമ്മൾ പറയും, മോശം പ്രവൃത്തി ചെയ്ത സ്ത്രീ എന്നുള്ളൊരു നിശ്ചിത ചിന്ത നമ്മുടെ വരും. പക്ഷെ നബി പറഞ്ഞു 1 ദീനാർ പലിശ കൊടുക്കുന്നത്, 1 ദീനാർ വാങ്ങുന്നത് 35 വ്യഭിചാരത്തെക്കാൾ കടുപ്പമാണ്. 30 വ്യഭിചാരമോ 35 വ്യഭിചാരത്തെക്കാൾ കടുപ്പമാണെന്നൊക്കെ പറയാ. അപ്പൊ നമ്മൾ എല്ലാവിധ പലിശ ഇടപാട്, പൊന്നുമക്കളെ എല്ലാവരും മാറി നിൽക്കണം. അപ്പൊ ഇനി കുറച്ച് ബാങ്കിലായപ്പോ അത് വിറ്റുപോയാൽ വാങ്ങിക്കാൻ പറ്റും, ഇതൊന്നും എക്സ്ക്യൂസ് അല്ല. ഇനി 25 പവനുണ്ട്, അതിനകത്ത് 10 പവൻ വിറ്റ് എല്ലാ കടവും നിർത്തി ബാക്കി 10 പവൻ സ്വന്തമാക്കുക അള്ളാഹ്ക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് അറഫ മൈതാനി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുക. 5-ാമതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെയും നിങ്ങൾ ആക്രമിക്കരുത്. അതുപോലെ തന്നെ അക്രമത്തിന് ഇരയാകരുത്. മർദ്ദിതരും ഇല്ലാത്ത സമൂഹമായിട്ട് മനുഷ്യൻ വളരണം. ആരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ആരെയും ആക്രമിക്കരുത്. വർത്തമാനം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, ചിന്ത കൊണ്ട് ആരെയും ആക്രമിക്കരുത്. എന്ന് വെച്ചാല് നമ്മുടെയൊക്കെ ചില വർത്തമാനം കേട്ട് അവരുടെ വലിയ അക്രമമാണത്. വേദനിച്ചിട്ട് ഇന്നെ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ തകർന്നു പോയിന്ന്, ഷാക്കിർ എന്നെ അന്ന് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ തകർന്നു പോയെന്ന് എന്നെ കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? തിന്മയുടെ ത്രാസിൽ ആ കടുത്ത വാക്കൊന്നിട്ട് എടുത്തങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നന്മയും ക്യാൻസലായി. ഇപ്പൊ അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരെയും നമ്മൾ വർത്തമാനം കൊണ്ട്, നോട്ടം കൊണ്ട് പോലും ആക്രമിക്കരുത്. എല്ലാത്തരം അക്രമങ്ങളും ഇന്നത്തെ ദിവസം റദ്ദാക്കിയിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത് കഴിഞ്ഞ് 6-മതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രതികാര മനസ്ഥിതിയുമായി നടക്കരുത്. പ്രതികാരം വീട്ടരുത്. അവൾ ഇങ്ങോട്ട് കാണട്ടെ, ഞാൻ എവിടെ വച്ചെങ്കിലും കാണട്ടെ എന്നുള്ളൊരു അങ്ങ് പറഞ്ഞ് ഇന്ന് പറയുന്ന ഒരു അവസ്ഥ തിരിച്ചു പറയാം. പിന്നെ ആരെങ്കിലും മുമ്പ് എന്തെങ്കിലും കാണിച്ചിട്ട് അതിന്റെ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക. പ്രതികാര മനസ്ഥിതിയുമായി നടക്കുക. നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്ന ഖുർആന്റെ ആശയം പുലരണമെങ്കിൽ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് പ്രതികാര ചിന്ത ഇല്ലാതാകണം. സഹോദരിമാരെ ഒന്ന് ആലോചിക്കുക, പ്രതികാര മനസ്സിൽ പാടില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ ഖലീഫ, 3-ാമത്തെ ഖലീഫ, അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ഇസ്ലാമിന് വേണ്ടി ചെയ്ത ആളാണ്. ബിഅർറുമ എന്ന കിണർ ഒരു ജൂതന്റെ കയ്യിൽ നിന്ന് പൊന്നും വിലയ്ക്ക് വാങ്ങി അള്ളാഹുടെ മാർഗത്തിൽ ദാനം ചെയ്ത ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പെൺമക്കളെ കല്യാണം ചെയ്ത മഹാമനുഷ്യൻ. അദ്ദേഹം ചെയ്ത ഉപകാരം വെച്ചാൽ മക്കയിൽ അറുതിയും വറുതിയൊക്കെ ഉള്ള സമയത്ത് റബ്ബേ ഡമസ്കസിൽ നിന്നൊക്കെ പോയി വലിയ ചരക്ക് കൊണ്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ ചരക്ക് കപ്പൽ മക്കയിൽ ലാൻഡ് ചെയ്യുമ്പോൾ, ജിദ്ദ തുറമുഖത്ത് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് വലിയ കച്ചവടക്കാർ വന്ന് വലിയ വില പറയും. 10,000 റിയാൽ, 1,00,000 റിയാൽ വരെ പറയുമ്പോൾ അദ്ദേഹം ഇതിനേക്കാൾ കൂടുതൽ വില പറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ആരാണെന്ന് എനിക്ക് പറയാം, എന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു. നബിയെ വിളിച്ചിട്ട് ആ ചരക്ക് കപ്പൽ അങ്ങനെ എത്തിച്ചിട്ട് നബിയെ മക്കത്തും മദീനത്തുള്ളവർക്കൊക്കെ ദാനം ചെയ്തോളാം. അങ്ങനെ ചെയ്ത മനുഷ്യന്റെ ആ മരണ സന്ദർഭത്തിൽ നിങ്ങളൊന്ന് വായിച്ചു, ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ എടുത്ത് വായിക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വഫാത്ത് സമയത്ത് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ഹക്കം എന്ന് പറഞ്ഞ ഒരാള് ഒരു 9 കുത്ത് ഇങ്ങനെ കത്തി വെച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ നെഞ്ചത്ത് കുത്തുന്നുണ്ട്. നെഞ്ചത്ത് കുത്തിയിട്ട് പറയുകയാണ്, 2 കുത്ത് അള്ളാഹ്ക്ക് വേണ്ടി, 9 കുത്ത് എന്റെ പ്രതികാരം വീട്ടാനുള്ള കുത്തുവാണ്. അപ്പൊ നമ്മളിൽ ആർക്ക് ഈ വൈരാഗ്യവും പ്രതികാര മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെ കൂടെയാണ് നാളെ പരലോകത്ത് യാത്രയാകാൻ? അബ്ദുല്ലാഹ് അംർ ബിൻ ഹക്കം എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ കൂടെ ആയിരിക്കും നമ്മൾ നാളെ പരലോകത്ത് അണിനിരക്കുക. അള്ളാഹ് കാത്തു രക്ഷിക്കട്ടെ. ഒരു പ്രതികാരമില്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്തഹിന്റെ നബിയുടെ എന്തുമാത്രം ആൾക്കാരാ മക്കം ഫത്തഹിന് നബിയെ ദ്രോഹിച്ചവര്, നബിയെ കല്ലെറിഞ്ഞവര്, ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവച്ചവര്, എന്റെ റബ്ബുൽ ആലമീനെ ഇനി ചെയ്യാൻ ദുൽമൊന്നും ഇല്ലാത്ത ആൾക്കാരെ നബി ചേർത്ത് പിടിച്ച സംഭവം. സമയം ഒരുപാടായെങ്കി പറയണേ കേട്ടോ, പതിവിലും കൂടുതൽ സമയമായിട്ടുണ്ട്. ആ സമയത്ത് മക്കം ഫത്തഹിന് നബി വന്ന് നിൽക്കണ സമയത്ത് എല്ലാരും പേടിച്ച് വിറച്ചിരിക്കുക. നബിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച അബൂലഹബിന്റെ 2 ആമക്കൾ കിടുകിടാ വിറച്ച് നിൽക്കുക. നബിയെ 2 ഉമ്മു കുൽസുമിനെ റുക്കിയാനെ കല്യാണം കഴിച്ച നബിയുടെ മരുമക്കളാ അവര്.
അവരെ രണ്ടുപേരെ അബൂലഹബ് പറഞ്ഞിട്ട് ഉടനെ തന്നെ വാപ്പ പറഞ്ഞപ്പോ ഉടനെ തന്നെ തലാക്ക് ചൊല്ലി. തലാക്ക് ചൊല്ലിയിട്ട് ഉപേക്ഷിച്ചിട്ട് പറയാൻ ഇനി ആരും ഇവരെ കല്യാണം കഴിച്ചു പോകരുത്. പിന്നെ നബിയെ ദ്രോഹിക്കുന്ന ഈ മരുമക്കള് ഉമ്മുക്കുൽസുമിന്റെയും റുക്കിയാടെയും 2 മക്കള് അബൂലഹബിന്റെ ആമക്കളാ കല്യാണം കഴിച്ചിരിക്കുന്ന. അബൂലഹബ് പറഞ്ഞിട്ട് പിന്നെ എന്തെല്ലാം ദുൽമാണ് ചെയ്ത. അവര് നബി തിരിച്ചു വന്നപ്പോ അവർ ഉറപ്പായിട്ട് ഓർത്ത് നബി ഈ 2 പേരെയും കൊല്ലുവന്ന് മക്കം ഫത്തഹിന്റെ അന്ന്. എന്റെ റഹ്മാനായ റബ്ബേ, ആ നബി വന്നിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എവിടെ ഉത്തുബൈ ഉത്തൈബ എന്നാണ് 2 പേര്. ഉത്തുബാന്ന് ഒരാളുടെ പേര്, ഒരു മരുമോന്റെ പേര്, ഒരു പുതിയാപ്പിളന്റെ പേര് ഉത്തുബാന്ന്, ഒരു ഉത്തൈബാന്ന്, 2 ഉമ്മുക്കുൽസുമിന്റെ ഭർത്താവിന്റെ പേര് ഉത്തുബാന്ന്, റുക്കിയാന്റെ ഭർത്താവിന്റെ പേര് ഉത്തൈബാന്നുമാണ്. ഇത് 2 പേരെയും പിന്നെ കല്യാണം കഴിക്കുന്നത് ആരാണ്? മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് പിന്നെ കല്യാണം കഴിക്കുന്നത്. ചരിത്രം ഞാൻ ചുരുക്കി പറയുകയാണ്. മക്കം ഫത്തഹിന്റെ അന്ന് ഈ 2 പേരും പേടിച്ച് വിറച്ച് ഒളിച്ചിരിക്കുന്ന സമയത്ത് അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുത്ത് നബി പറയുകയാണ്, അവർ 2 പേരെയും വിളിച്ചുകൊണ്ട് വന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് മക്ക മുശ്രിക്കുകൾ ഓർത്ത് 2 കൊല്ലാൻ വേണ്ടി വിളിക്കുകയാണ്. അവർ 2 പേര് പേടിച്ച് വിറച്ച് തലയും കുനിച്ച് നബിയുടെ മുമ്പിൽ വന്നപ്പോ നബി അവരുടെ 2 തല ഇങ്ങനെ പിടിച്ച് പൊക്കി ഉയർത്തിയിട്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നിങ്ങൾക്ക് എന്റെ മുത്താപ്പാടെ മക്കളെ, മുത്താപ്പാർ അബൂലഹബ്, തബ്ബത്തിയത് അബൂലഹബ് എന്ന് പറഞ്ഞ ആ ദുഷ്ടന്റെ മക്കള്, എന്റെ മുത്താപ്പാടെ മക്കളെ, നിങ്ങൾക്ക് 2 പേർക്ക് സുഖമാണോ? എന്റെ പെൺമക്കളുടെ ഭർത്താക്കന്മാരെന്ന് വിളിച്ചില്ല, എന്റെ മൂത്താപ്പാടെ മക്കളെ, നിങ്ങൾക്ക് 2 പേർക്ക് സുഖമാണോ എന്ന് പറഞ്ഞിട്ട് ഇവരെ 2 പേരെയും 2 തോളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ആ മുൽത്തസിമിന്റെ അടുത്തോട്ട് പോകുന്നു. കഅബയുടെ മുൽത്തസം ഉംറക്ക് പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഹജ്ജിന് പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ആ ഹജറുൽ അസ്വദിന്റെയും ആ ഗേറ്റിന്റെയും ഇടയ്ക്കുള്ള ചെറിയൊരു ഭാഗം മുൽത്തസ്, എല്ലാ ജനങ്ങളും ഇങ്ങനെ കമന്ന് കിടക്കുന്ന ആ സ്ഥലം, ശ്രേഷ്ഠമായ സ്ഥലം, ഏത് ക്രിമിനൽ കുറ്റവാളികൾക്കും പുറത്തു കൊടുക്കുന്ന സ്ഥലം, അവിടെ ലക്ഷ്യമാക്കി ഇത് 2 ഇങ്ങനെ തോളത്തോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നബി അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് നബി പറയുകയാണ്, അല്ലാഹുവേ, കാരുണ്യവാനെ, സ്നേഹാനിധിയായ റബ്ബേ, ഞാനിതാ വന്നിരിക്കുന്നു, ഞാൻ ഒറ്റക്കല്ല, എന്റെ മൂത്താപ്പാടെ മക്കളുമായിട്ട് ഇവർക്ക് 2 പേർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. എന്റെ പൊന്നു മക്കളെ, മിഷ്കാത്തിൽ എന്റെ സ്ത്രീകളെ, മുഅ്മിനാത്തുകളെ, ഇത് കേട്ട മാത്രയില് ഉത്തൈബ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ട, പ്രതികാരം വീട്ടാനാണ് നബി വന്നിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുമോ? ഈ വിപ്ലവം വല്ലതും സംഭവിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ആ നബിയാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ആരോട് പ്രതികാര മനസ്ഥിതിയുമായിട്ട് നടക്കരുത്, തിന്മയെ നന്മ കൊണ്ട് നേരിടണം. കണ്ടോ, നബിയോട് തിന്മ കാണിച്ചവരോട് നബി പ്രാക്ടിക്കലാക്കി നന്മ കൊണ്ട് നേരിട്ടു. ഈ തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്ന ഖുർആന്റെ ആശയം പുലരണമെങ്കിൽ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് പ്രതികാര ചിന്ത ഇല്ലാതാകണം. ഭർത്താക്കന്മാരോട് തന്നെ ഭർത്താവ് അങ്ങനെ പറഞ്ഞു ഒന്ന് തിരിച്ച് ഇങ്ങനെ പറയണം, ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറയണം. ഒരാൾ ക്ഷമിച്ചാൽ എന്ത് വരാൻ പോകുന്നു? ഒന്ന് സ്നേഹത്തോടുകൂടി അങ്ങ് ഡീൽ ചെയ്താൽ എന്തെല്ലാം ജോലി കഴിഞ്ഞു വരണം. നമ്മുടെ വീട്ടിലുള്ളവരോട് പോലും ഒരു തരത്തിലും ഒരു പ്രതികാര മനസ്ഥിതി ചെറുതായിട്ട് പോലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നല്ലൊരു നബിയുടെ അനുയായികളാ. അപ്പോ 6ാമത്തെ സംഭവം, ഇനി 6 കൂടി ഉണ്ട് പറയാൻ. സമയമുണ്ടോ? സമയം ഉണ്ടെങ്കിലേ പറയുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ നല്ല ക്ലാസ് ആണ്, പറഞ്ഞോളൂ. മുഷിപ്പാണെങ്കിൽ നിർത്തിയേക്കാം കേട്ടോ. 3:47 പ്രശ്നമുണ്ടോ? ഒരു 10 മിനിറ്റ് കൂടെ പറഞ്ഞാലോ? വേഗം പറഞ്ഞു. ശരി. ഇനി അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിശാചി ഏതെല്ലാം തരത്തിൽ മനുഷ്യനെ വഴിപിഴപ്പിക്കുമെന്നതിൽ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ ജാഗ്രത പാലിക്കണം. പിശാച് ഏതെല്ലാം തരത്തിൽ മനുഷ്യനെ, യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, ആദമിന്റെ മക്കളെ, ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ഷെയ്ത്താനെ ഫോളോ അപ്പ് ചെയ്യരുത് കേട്ടാ. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. സൂറത്ത് അഅറാഫില് നരകത്തില് ഷെയ്ത്താൻ നടത്തുന്ന സംസാരം, അള്ളാഹുവായിട്ട് നടത്തുന്ന സംസാരം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ പറയാണ്, പിശാച് ഏതെല്ലാം തരത്തിൽ മനുഷ്യനെ വഴിപിഴപ്പിക്കുമെന്നതിൽ വിശ്വാസികൾ ജാഗ്രത പാലിക്കണം. അതുകൊണ്ട് നിസ്കാരത്തിൽ നിൽക്കുമ്പോ ഇങ്ങനെ അശ്രദ്ധ വന്ന ഉടനെ ഇത് ഷെയ്ത്താന്റെ ചതിയാണ്. ഈ ഷെയ്ത്താന്മാരെല്ലാം കൂടി കോൺഫറൻസ് കൂടും.
കോൺഫറൻസ് കൂടുമ്പോൾ ഓരോരുത്തരും ഓരോ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാം വിഷ് ചെയ്ത് അവര് ചെയ്ത അവമാനുകളെല്ലാം പരസ്പരം ചർച്ച ചെയ്യും, അവർ തമ്മിൽ കൈയടിക്കും, സബാഷ് സബാഷ് ഒക്കെ പറയും. ഈ കൂട്ടത്തിൽ ഓരോരുത്തർ പറയും ഞാൻ ഒരാളെ വ്യഭിചരിപ്പിച്ചു, ഒരാളെ മദ്യം കുടിപ്പിച്ചു, ഒരാളെ കക്കാൻ പ്രേരിപ്പിച്ചു എന്നൊക്കെ പറയും. പക്ഷെ ഒരു ചെറിയ കുട്ടി പിശാചിന്റെ അടുത്ത് ഇബ്ലീസ് നീ എന്താണെന്ന് ചെയ്തത്? അത് ഞാൻ ഇന്ന് രണ്ട് ദമ്പതികളെ തമ്മിൽ, രണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ അടിവെപ്പിച്ചു, വഴക്കിടി. ഉടനെ എക്സ്ട്രാ കൺഗ്രാജുലേഷൻ, കൈ അടിച്ച് നല്ല വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇബ്ലീസിന് വലിയ ഇഷ്ടമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുന്നത്. അപ്പോ ഇത് ഇങ്ങനെ എല്ലാ തരത്തിലും ഇബ്ലീസ് സന്തോഷിക്കുന്ന ഏതെല്ലാം പരിപാടി ഉണ്ടെന്ന് മനസ്സിലാക്കി അവന്റെ തന്ത്രത്തെ വഴിപിഴപ്പിക്കും. ഈ കാര്യത്തിലൊക്കെ നമ്മൾ ജാഗ്രത പാലിക്കണം. നമുക്ക് നല്ലൊരു അവസരമൊക്കെ കൊടുക്കാൻ അവസരം വരുമ്പോൾ ഇവരെല്ലായിടത്തും പോയി മേടിക്കുന്നേ, കൊടുക്കുകയൊന്നും വേണ്ട. ഉടനെ ഇബ്ലീസാ മറ്റേ ആദ്യം മലക്കിയ പ്രേരണ വരെ കൊടുക്ക്, പാവമല്ലേ കൊടുക്കുന്നത്. അടുത്ത നിമിഷം തന്നെ ഇബ്ലീസ് ഓടി വരും, അവരെ ഒരുപാട് വീട്ടിൽ പോകുന്ന അത്രയൊന്നും കൊടുക്കണ്ട. അപ്പൊ ഈ രണ്ടും കൂടി ഏറ്റുമുട്ടുമ്പോൾ ആദ്യം പറഞ്ഞ മലക്കിയ പ്രേരണയ്ക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം. അപ്പോ പിശാച് ഏതെല്ലാം തരത്തിൽ മനുഷ്യനെ വഴിപിഴപ്പിക്കുമെന്നതിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. സഹോദരിമാരെ, 8ാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദമ്പതികൾ പരസ്പരം കടമകളും കടപ്പാടുകളും അറിഞ്ഞു ജീവിക്കണം. കണ്ട, പരസ്പരം ഭാര്യയും ഭർത്താവും കടമയും കടപ്പാടും അറിഞ്ഞ് സന്തോഷത്തോടുകൂടി ജീവിക്കണം. പൊന്നു മക്കൾ, എന്ത് സുഖമാണെന്നറിയാമോ ഭാര്യയും ഭർത്താവും വെറുതെ ഇങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ സ്നേഹത്തോട് നോക്കിയാൽ തന്നെ കൂലിയാണ് മക്കളെ, കുട്ടികളെ. എന്റെ പൊന്നുമക്കളെ, എല്ലാവരും ഭാര്യയും ഭർത്താവൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ അതിന്റെ വില അറിയത്തില്ല. ഞാൻ ഇവിടെ ഒരു ഈ ദഅ്വാ പ്രവർത്തനത്തിലൊക്കെ ഒരു സെഫിയ എന്ന് പറഞ്ഞൊരു സ്ത്രീ, പിന്നെ എന്താ പറയാ, ചേപ്പാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പിന്നെ സെഫിയ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഭർത്താവ് മരിച്ചിട്ടിരുന്ന് കരയുക. എന്താണ്? ഞാൻ ചെന്തയിത്താത്ത അത് അള്ളാഹ് നല്ല മോളെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പൊ ഒരു 2 ആഴ്ച പിണങ്ങിയിരിക്കുമായിരുന്നു. പിണങ്ങിയിരുന്നിട്ട് വീട് വെക്കുന്ന എന്താ അഭിപ്രായം പറഞ്ഞ് രണ്ടും കൂടെ പിണങ്ങിയിരിക്കുകയായിരുന്നു. മരിക്കുന്ന അന്നത്തെ ദിവസം ഒരു കട്ടിലേ കിടക്കുന്ന രണ്ടും കൂടെ, പക്ഷെ രണ്ടും കൂടെ പിണക്കായിരുന്നു. സൗന്ദര്യപ്പിണക്ക് എന്തും ആയിക്കൊള്ളട്ടെ, പക്ഷെ അങ്ങനെ വേണ്ട, നമ്മൾ അങ്ങനെ പിണങ്ങിയിരിക്കാൻ പാടില്ല. പരസ്പരം നോക്കിയാൽ കൂലി ഉണ്ടെന്ന് പറഞ്ഞു. നോട്ടത്തിന് പോലും കൂലിയുണ്ട്. വെറുതെ ഒരു ചായ കുടിക്കുന്നില്ല, 4 മണിക്ക് ചായ കുടിക്കും, നല്ല നീയത്തോടുകൂടി എന്തെങ്കിലും ഒരു ചെറിയൊരു വിഭവമൊക്കെ എടുത്തു വെച്ച് രണ്ടുപേരും ഫേസ് ടു ഫേസ് ഇങ്ങനെ നോക്കിയിട്ട് ഇന്ന അസ്ഹാബുൽ ജന്നത്തിൽ ഫീ ശുഗലിൻ ഫാക്കിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തക്കിഊൻ. ഈ ആയത്ത് ലഹും ഫീഹാ, ആയത്ത് സൂറത്ത് യാസീനില് അവർ സോഫയിൽ ഇങ്ങനെ ചാടിയിരുന്ന് വെള്ളം കുടിക്കുന്ന കാര്യവും അതൊക്കെ ഇങ്ങനെ. ഹലോ, ഞാനൊരു ക്ലാസ്സിലാണേ, പിന്നെ വിളിക്കാം. അങ്ങനെയൊക്കെ അതൊക്കെ ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ വെറുതെ എങ്കിലും പഠിക്കാം, നമ്മള് അല്ലെ സ്വർഗത്തില് സോഫയിലൊക്കെ ചാരിയിരുന്ന് കുടിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞൊരു എന്താ പറയാ, ഓരോ വയസ്സ് കൂടുന്തോറും റൊമാൻസ് ഇങ്ങനെ വർദ്ധിക്കണം. ഇപ്പോഴും വയസ്സാം കാലത്ത് റൊമാൻറ്റിക് എന്നൊന്നും നിങ്ങൾ ആരും കരുതണ്ട. നിങ്ങൾക്ക് അള്ളാഹ് അനുവദിച്ചു തന്നിരിക്കുന്നതാണ്. നല്ല രീതിയിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അദ്ദേഹത്തിന് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കണം, അദ്ദേഹത്തിനുള്ള കടമകളെല്ലാം പാലിക്കണം. അദ്ദേഹം സംതൃപ്തിയായ അവസ്ഥ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് 5 നേരത്തെ ഫർള് നമസ്കാരം മാത്രം മതി. രാവിലെയും വൈകുന്നേരം ഒരു 100 ആയത്ത് ഓതി കൃത്യമായ ഖുർആൻ പാരായണം, 5 നേരത്തെ നമസ്കാരം, ഫർളായ നോമ്പ്, സാധിക്കുമെങ്കിൽ മാത്രം ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പുകളൊക്കെ പിടിച്ച്, നിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ വർഷത്തിൽ ഒരു ഹജ്ജും ചെയ്ത്, ഇത്രയും ചെയ്ത്, പക്ഷേ പ്ലസ് ഇതിനോടൊപ്പം ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഭർത്താവുമായിട്ട് ജീവിക്കാൻ വളരെ സംതൃപ്തിയായിട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്. അതുകൊണ്ട് തമ്മിൽ ആരും പിണങ്ങരുത്, വാശി പിടിക്കരുത്. തറവാട്ട് മഹിമ, ഞാനാണ് നിങ്ങളെക്കാൾ കൂടിയത്, അതൊക്കെ ലോക്കൽ വർത്താനം. ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദമ്പതികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടമയും കടപ്പാടുകളും അറിഞ്ഞ് പ്രവർത്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു ഏൽപ്പിച്ച അമാനത്ത് എന്ന നിലക്ക് ഭർത്താക്കന്മാർ ഭാര്യമാരെ ആദരിക്കുകയും പരിഗണിക്കുകയും സ്നേഹിക്കുകയും വേണം. അടിച്ചമർത്തുകയോ അടിച്ചൊതുക്കുകയോ ചെയ്യരുത്. ഹജ്ജത്ത് അറഫ മൈതാനി വെച്ച് പുരുഷന്മാരോട് പറയുക, നിങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചെന്ന അമാനത്താണ് ഈ ഭാര്യമാരെന്ന് പറയുന്നത്. അവരെ നിങ്ങൾ ആദരിക്കണം, പരിഗണിക്കണം, സ്നേഹിക്കണം. അവരെ അടിച്ചമർത്തുകയോ അടിച്ചൊതുക്കുകയോ ചെയ്യരുത്. കണ്ട, ഇത്രയും വലിയ അംഗീകാരം എവിടെ കിട്ടും ഇസ്ലാമിലല്ലാതെ? ഇത്രയും പദവി ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് പൊന്നുമക്കളെ, 2 കൂട്ടരും ഭാര്യയോടും ഭർത്താവിനോടും പ്രത്യേകം ഉപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നുണ്ട്. അത് 9ാമത്തെ കൽപ്പനയാണ്. 10ാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിശ്വാസികളുടെ പ്രമാണം ഖുർആനും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ വഴികേടിലാവുകയില്ല. വിശ്വാസികളുടെ പ്രമാണം എന്ന് പറയുന്നത് ഖുർആനാണ്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. ഇത് 2 മുറുകെ പിടിച്ച് ജീവിച്ചാൽ ഒരിക്കലും വഴികേടിലാവുകയില്ല. പ്രമാണത്തിലില്ലാത്തത്, സുന്നത്തിലില്ലാത്തത് എന്ത് ചെയ്താലും കൂലിയില്ല. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയുകയാണ്. നിങ്ങളൊരു 10 സെന്റ് സ്ഥലം
നിങ്ങൾ വാങ്ങാൻ പോവുകയാണ്. ആ 10 സെന്റ് സ്ഥലം വാങ്ങി 1 സെന്റിന് 5 ലക്ഷം ഉറുപ്പ്യ വെച്ച് 50 ലക്ഷത്തിന് വാങ്ങാൻ പോകുന്നു. ആ 10 സെന്റിന്റെ കൂടെ ഒരു 2 സെന്റും കൂടെ എക്സ്ട്രാ കിടക്കുന്നുണ്ട്. അതിനകത്ത് ധാരാളം നല്ല ആ 2 സെന്റില് നല്ല മാവ് നിപ്പുണ്ട്, നിറയെ മാങ്ങ പിടിച്ച്, പ്ലാവ് നിപ്പുണ്ട്, ചക്ക പിടിച്ച്, സപ്പോട്ട മരം ചിക്കു നിറച്ച് സപ്പോട്ട പിടിച്ച് കിടക്കുന്ന, പേരക്ക ഉണ്ട്. അങ്ങനെ നല്ല ഫലവൃക്ഷങ്ങളുണ്ട് ആ 2 സെന്റ്. പക്ഷെ നോക്കിയപ്പോ എന്താ, പ്രമാണത്തിൽ ആ സ്ഥലത്തിന് രേഖയില്ല, പ്രമാണത്തിലില്ല, റെക്കോർഡിലില്ല. അപ്പൊ നമുക്ക് അതിനും കൂടി ആ 2 സെന്റിന് 5 ലക്ഷം വെച്ച് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവത്തില്ല, ഞാൻ ഒരിക്കലും തയ്യാറാവത്തില്ല. അയ്യോ അത് പ്രമാണത്തിലില്ല, വില തരാൻ പറ്റില്ല. ഇല്ല മോളെ, ഞാനത് നട്ടുപിടിപ്പിച്ചത് ഞാനാണ്, അത് പിന്നെ ആ സ്ഥലം ഞാൻ നട്ടുപിടിപ്പിച്ച സ്ഥലമാണ്, എന്റെ ഫലവൃക്ഷങ്ങളാണെന്നൊക്കെ ഞാൻ വാങ്ങിക്കാൻ പോകുന്ന ആള് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കും. ഇല്ല അത് മേടിക്കാൻ പറ്റത്തില്ല, പ്രമാണത്തിലില്ല. ഞാൻ ആ പ്രമാണത്തിലുള്ള 10 സെന്റിന്റെ വിലയെ ഞാൻ കൊടുക്കത്തു. ആണോ അല്ലേ? ഇതുപോലെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ കുറെ കാര്യങ്ങളൊക്കെ വേണ്ടതും വേണ്ടാത്തതും നബി പറഞ്ഞതും പറയാത്തതും എല്ലാം കൂടി ചെയ്ത് അവിടെ ചെന്ന് നോക്കുമ്പോ, റഹ്മാനായ റബ്ബേ, ഇത് പ്രമാണത്തിൽ ഇല്ലാത്തതാണല്ലോ, ഇത് ഖുർആൻ പറയാത്ത കാര്യമാണല്ലോ, ഇത് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ആണല്ലോ, ഇത് പിന്നെ ഇത് അയ്യോ നേരത്തെ പറഞ്ഞ പോലെ അത് പേരയാണ്, ആപ്പിൾ ആണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കാത്തത് പോലെ ഇത് പ്രമാണത്തിലില്ല, മുഹമ്മദ് നബിയുടെ ശരീഅത്തിലില്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്കൊന്നും പ്രതിഫലം കിട്ടില്ല എന്ന് അൽ കഹഫ് എന്ന സൂറത്തിന്റെ അവസാനം പറയും. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ, അവർ കരുതിയിരുന്നത് ഇതെല്ലാം അഹ്സനായ അമലാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അഫഹസിബല്ലദീന കഫറു യത്തഖിദു മിൻ ഇബാദിയ, അമലുകളെല്ലാം ഹബിത്തത അഅമാലു ഫിദ്ദുനിയ, അമലുകളെല്ലാം ദുനിയാവിൽ നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അള്ളാഹ് സൂറത്ത് കഹഫിന്റെ അവസാനം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രമാണം വിശുദ്ധ ഖുർആനാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഏത് കാര്യവും അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ അതനുസരിച്ചാൽ നമുക്ക് ബാങ്കിന്റെ ഒരിക്കലും സമയം. വഴികെടും. ഇനി അടുത്ത നിർത്തുവാണ്. 11ാമത്തേത്, മുസ്ലിമീങ്ങൾ പരസ്പരം വിളിക്കുന്ന ബാങ്ക്. ബാങ്ക് വിളിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ഷാക്കിർത്ത അവർക്കല്ലേ ബാങ്ക് കൊടുക്കുന്നത്, നിങ്ങൾ പറഞ്ഞോ. ഇനി 11ാമത്തേത്, മുസ്ലിമീങ്ങൾ പരസ്പര സുദൃഢമായ സാഹോദര്യ ബന്ധം നിലനിർത്തി ജീവിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മുടെ ബന്ധുമിത്രാദികൾ മാത്രമല്ല, അയൽവക്കക്കാർ, സഹകാരികൾ, സഹപ്രവർത്തകർ, നമ്മുടെ സഹകരിക്കുന്ന എല്ലാവരിടത്തും ഞാനൊരു മുസ്ലിമാണെന്ന ബോധ്യത്തോടുകൂടി സുദൃഢമായ സാഹോദര്യ ബന്ധം, നമ്മളിൽ ഒരാളെ കണ്ടാൽ ഇസ്ലാമിനെ മനസ്സിലാകണം, ആ നിലക്കുള്ള ബന്ധം നിലനിർത്തി ജീവിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇനി അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 12ാമത് പറയുകയാണ്, മനുഷ്യർ ഒരൊറ്റ സമുദായമാണ്, ഒരൊറ്റ സമൂഹമാണ്, അള്ളാഹു എല്ലാവർക്കും കൂടി ഒന്നാണ്, റബ്ബുൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബുൽ ആലമീൻ. നമ്മുടെ എല്ലാവരുടെയും പിതാവ് ഒന്നാണ്, ആദം നബിയിൽ നിന്നാണ് സകല മനുഷ്യരും ഉത്ഭവിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രമാണം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. ഉയർച്ചയുടെയും പ്രത്യേക പരിഗണനയുടെയും മാനദണ്ഡം തഖ്വ മാത്രമാണ്. ആർക്കും തറവാട്ട് മഹിമ കൊണ്ടോ സമ്പത്തിന്റെ മികവ് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒന്നും മികവ് പറയാൻ പറ്റില്ല. നിങ്ങളിലെ ഏറ്റവും ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠം നിങ്ങളെ കൂടുതൽ തഖ്വയുള്ളവനാണ്. തഖ്വയാണ് പിന്നെ അള്ളാഹുവിങ്കൽ ഉന്നത പദവി നേടിത്തരുന്നത്. അതുകൊണ്ട് അനറബിക്ക് അറബിയെക്കാളോ അറബിക്ക് അനറബിയെക്കാളോ തഖ്വ കൊണ്ടല്ലാതെ യാതൊരു ശ്രേഷ്ഠതയും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ തഖ്വയുള്ളവരാകണമെന്ന് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് നമ്മളോട് ഇങ്ങനെ ഒരു 10-12 കാര്യം പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, എന്റെ ഈ വർത്തമാനം കേൾക്കാത്തവർക്കൊന്ന് എത്തിച്ചു കൊടുക്കണം. കണ്ട വർഷം ഇപ്പൊ എത്രയായി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്? ഏകദേശം 1445 വർഷം. ഹിജറ വർഷം ഇപ്പൊ 1445. നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്ന കണ്ട. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ന് എന്റെ വാക്ക് കേട്ട് ജീവിതം നന്നാക്കുന്നവർ, അവർക്ക് മംഗളാശംസകൾ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരുന്നുണ്ട്. നമ്മൾ എല്ലാവരും നമ്മുടെ കുടുംബജീവിതം, പ്രത്യേകിച്ച് ഇന്ന് ബലിപ്പെരുന്നാളിന്റെ ഒരു നല്ല നാളില് ഒരു നല്ല കുടുംബത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതം എങ്ങനെയാണ്, എവിടെയാണ്, ഭർത്താവും ഭാര്യയും മക്കളും അടങ്ങുന്ന നമ്മുടെ കുടുംബം ഒന്ന് റീസെറ്റ് ചെയ്യണം. മക്കളെയൊക്കെ ആവോളം സ്നേഹിക്കണം, അവരുടെ പോരായ്മകളൊക്കെ സ്നേഹപൂർവ്വം നികത്തി കൊടുക്കണം, അവർക്ക് നല്ല അനുഭവങ്ങൾ, നല്ല ഓർമ്മകൾ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഭർത്താക്കന്മാരോട് നിങ്ങളുടെ മനസാക്ഷി പറയുന്നുണ്ട്, നിങ്ങൾ സംതൃപ്തിയായ ഭാര്യയാണ്, നിങ്ങളെ നോക്കി എന്റെ ഭാര്യ എന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കുറിച്ച് കരുതുന്നുണ്ടെങ്കിൽ ലാ ശക്ക ഫീഹി ലാ റൈബ ഫീഹി, നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാ. ഈ മുസീബത്ത് എന്ന് വന്നോ അന്ന് തൊട്ട് തുടങ്ങിയാണ് റബ്ബേ എന്റെ കഷ്ടകാലം എന്നെങ്ങാനും നിങ്ങളുടെ ഭർത്താക്കന്മാർ എന്റെ ഭർത്താവ് ഓർക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, ഞാനും നിങ്ങളും നല്ല ഒരു കുടുംബിനികളാകണം.
സർവശക്തനായ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതുമായ ഹജ്ജത്തുൽ വിദായിലെ അറഫ മൈതാനിൽ ആ 12 ഉത്ബോധനത്തിൽ വളരെ താക്കീതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് പലിശ ഇടപാടുമായിട്ട് ആരും ബന്ധപ്പെടരുത്. നബിയുടെ നബിസ്വലാം വളരെ കർശനമായിട്ട് അതിന്റെ താക്കീത് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ആ പരിപാടി ആരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്നേക്കുമായിട്ട് നിർത്തലാക്കണം. അതുപോലെ തന്നെ അത് നമ്മളെല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര അവസാനിക്കും. എപ്പോഴാണ് ഏത് ജംഗ്ഷനിലാണ് ഇറങ്ങേണ്ടതെന്ന് നമുക്ക് മുൻകൂട്ടി അറിയത്തില്ല. അതുകൊണ്ട് മരണം വന്നെത്തുന്നതിന് മുമ്പ് ഈ യാത്രയ്ക്കൊടുവിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടി ജീവിതത്തിന്റെ കണക്കൊക്കെ ബോധിപ്പിക്കേണ്ടവരാണ് നമ്മളെന്ന് സ്നേഹാനിധിയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ യാത്ര തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് യാത്രാ വിഭവങ്ങൾ, അവിടേക്കുള്ള യാത്രാ സാമഗ്രികൾ നേടിക്കൊണ്ട്, ബുദ്ധിയുള്ളവർ ആരാണെന്നറിയാമോ? മരണം വന്നെത്തുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി തയ്യാറ് ചെയ്ത് വിഭവങ്ങളൊക്കെ ശേഖരിച്ച് അള്ളാഹുവിനെ കാണിക്കാൻ വേണ്ടി വിഭവങ്ങളൊക്കെ ഒരുക്കിയത്. എൻ്റെ ഒരു കോഴിക്കോടത്തെ ലൈലാത്ത മോള് വരാൻ അടുത്ത മാസം വരിക. അടുത്ത മാസം അവരുടെ 2 പെൺമക്കൾ റീമയും ഫാത്തിമയും വരുന്നു. പുള്ളിക്കാരി ഇന്നലെ പറഞ്ഞ് ഞാൻ എരുന്ത് വാങ്ങിച്ചു വെച്ച്, ഇന്ന് പറയുന്ന കടുക്ക വാങ്ങിച്ചു വെച്ച്. ഞാൻ പറഞ്ഞ അടുത്ത മാസമല്ലേ വന്നെ. ഇപ്പോഴേ ഓരോന്നോരോന്ന് ഉണ്ടാക്കി വെച്ചാലേ പിന്നെ മോള് വരുമ്പോഴത്തേക്ക് എല്ലാം കൊടുക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ അടുത്ത മാസം 12-ാം തീയതി വരുന്ന മോൾക്ക് വേണ്ടി ഈ മാസം 15-ാം തീയതി തൊട്ടേ വിഭവങ്ങൾ ഒരുക്കുക. ഇതിന്റെ അപ്പുറമായിട്ട് സ്നേഹാനിധിയായ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിനെ നേർക്ക് നേരെ തീർച്ചയായിട്ടും മുലാക്കിഹി കണ്ടുമുട്ടും. അപ്പം കൈ നിറച്ചു ആ റിക്കാർഡ് ബുക്ക് അങ്ങോട്ട് എടുക്കുമ്പോൾ നല്ല 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 വിഭവങ്ങൾ. പടച്ചവനെ നിന്നെ അറിഞ്ഞ നാൾ തൊട്ട്, പണ്ട് ഒരു കുറച്ചു കാലമൊക്കെ വേസ്റ്റ് ആക്കി കളഞ്ഞു, പക്ഷെ അറിഞ്ഞ നാൾ തൊട്ട് നല്ല നല്ല വിഭവങ്ങളൊക്കെ കൈ കരുതിയിരുന്ന് പടച്ചവനെ എന്ന് പറയാൻ നമുക്കാകണം. അള്ളാന്റെ ഇഷ്ടം കണ്ട് ജീവിച്ചവരൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ആ മഹിഷറ വേദി പിടിച്ചോണ്ട് നിൽക്കുമ്പോ എന്തെങ്കിലും കൈ പിടിക്കാൻ വേണ്ടേ? എവിടെയെങ്കിലും പോകുമ്പോ ചോദിക്കില്ലേ കോള് കൊണ്ടുപോയാന്നൊക്കെ? കോഴിക്കോടും കണ്ണൂരുള്ളവരൊക്കെ ചോദിക്കും, കോള് കൊണ്ടുവന്നാന്നൊക്കെ ചോദിക്കത്തില്ലേ? ഇതുപോലെ കോള് കൊണ്ടുവന്നാന്ന് അള്ളായും ചോദിക്കും. ഇവിടെ മാത്രമല്ല, എന്തൊക്കെ കോള് കൊണ്ടുവന്നിട്ടില്ല, ഇതുവരെയും കോളൊന്നും എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ ആ കാലിപ്പെട്ടിയിലോട്ട് നോക്കാനാണ് സൂറത്ത് ഹശറിൽ നമ്മളോട് പറയാ, നാളേക്ക് വേണ്ടി എന്തൊരുക്ക് സാധനം, എന്ത് കോളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഒന്ന് എത്തി നോക്കണേ. അള്ളാനെ സൂക്ഷിക്കണേ. വിഭവങ്ങളൊക്കെ വേണം നാളെ അള്ളാന്റെ അടുത്തേക്ക് വരുമ്പോ. അള്ളാഹ്ക്ക് എടുക്കാനല്ല, നമുക്ക് രക്ഷപ്പെടാൻ. അതുകൊണ്ട് ഇനി വിഭവങ്ങൾ ഒരുപാട് കരുതിയില്ലെങ്കിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴത്തേക്കുമായിട്ട് എടുത്തു മാറ്റണേ. അത് എടുത്ത് സൂറത്ത് ഹുജറാത്തിൽ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന, അവിടെയും മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാ പറയുന്നത്. അത് അഹങ്കാരം, കള്ളത്തരം, വാശി, ദേഷ്യം, അലസത, കള്ളം പറച്ചില്, പിശുക്ക് കാണിക്കല്, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നിന്റെ ജീവിത വിഭവത്തിൽ അതൊന്നും, ലഗേജിൽ അതൊന്നും വെച്ചോണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. അതെല്ലാം നമുക്ക് എടുത്ത് കളയാം. നല്ല കുട്ടികളാകാൻ നമുക്ക് റീഫ്രഷായി ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് അവസാനിക്കാൻ എനിക്ക് കുറച്ച് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അന്നേരം ഇതിനുള്ളിൽ നമുക്ക് നല്ല രീതിയിൽ ഇപ്പൊ അറഫ നോമ്പൊക്കെ പിടിച്ച് നല്ല കുട്ടികളായി ഈദ്ഗാഹിൽ പോയി ധാരാളം അള്ളാഹിനോട് ദുആക്കെ ചെയ്ത് നല്ല മക്കളായിട്ട് മുഹറം 1 പ്രവേശിക്കാം. സർവശക്തനായ അള്ളാഹു അതിനുള്ള മഹാ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റാഹിമീനായ അള്ളാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെല്ലാം ഒരു സാലിഹായ അമലായിട്ട് നീ സ്വീകരിക്കണേ റബ്ബേ. അർഹമുർ-റാഹിമീനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയി എല്ലാ കുറവുകളും, എല്ലാ കുറ്റങ്ങളും, എല്ലാ തെറ്റുകളും, ഞങ്ങൾ അറിയാതെ ചെയ്തത്, അറിഞ്ഞു ചെയ്തത്, അലസതയിൽ ചെയ്തത്, മറന്നു ചെയ്തത്, നീ ചെയ്യാൻ പറഞ്ഞത് പലതും ചെയ്യാതിരുന്നത് എല്ലാം പാപങ്ങളാണ് റബ്ബേ. ഗഫൂർ റഹീമേ, ഹലീമായ അള്ളാഹുവിനെ ഞങ്ങൾക്ക് എല്ലാം പുറത്തു തരണേ റഹ്മാനെ. ശിഷ്ടകാല ജീവിതം ശ്രദ്ധയോടെ ജീവിക്കാൻ, ജാഗ്രതയോടെ ജീവിക്കാൻ, ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ, പഠിക്കുന്ന ഖുർആൻ അനുസരിച്ച് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ ഒക്കെ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഈ ഹജ്ജ് മാസത്തിൽ എന്തെല്ലാം പ്രതിഫലം നീ മുഅ്മിനീങ്ങൾക്ക് എഴുതും. പ്രത്യേകിച്ചും അറഫായുടെ ദിനം, അള്ളാഹുവെ, അറഫാ ദിനം നീ അത്യുത്സാഹവാനും അതീവ സന്തുഷ്ടനുമായ അടിമകളായ ഞങ്ങളെ സമീപിക്കുന്ന ദിവസം, പടച്ചവനെ, കാരുണ്യവാനെ, സ്നേഹാനിധിയായ റബ്ബേ, ഞങ്ങൾക്ക് ആ ദിവസത്തിന്റെ പരിപൂർണമായ പ്രതിഫലം സ്വായത്തമാക്കാൻ, കരസ്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ അതിന്റെ മുഴുവൻ നന്മയെ നീ ഞങ്ങൾക്ക് നസീബാക്കണേ. ഞങ്ങൾ നോക്കുന്ന നോമ്പിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. കാരുണ്യവാനായ അള്ളാഹുവെ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഖബർവാസികളായി കഴിഞ്ഞുകൂടുന്നുണ്ട് റബ്ബേ. അള്ളാഹുവെ, അവർക്ക് ഇതിന്റെ പൂർണ്ണമായ പ്രതിഫലം, ഞങ്ങൾ എന്തെല്ലാം അമലി സാലിഹാത്ത് ചെയ്യുന്നു അതിന്റെ മിസ്ല സവാബ് അവർക്കും നീ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ.
അള്ളാഹുവെ ഈ ഹജ്ജ് മാസത്തിൽ അള്ളാഹുവെ മക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ നിന്റെ ദീന്റെ ദാഴികളാകണേ അള്ളാഹുവെ. ഞങ്ങളുടെ കണ്ണിന്റെ കുളിർമയും ഞങ്ങളുടെ ഹൃദയത്തിന്റെ സമാധാനവും ഞങ്ങൾക്കും കുടുംബത്തിനും ലോക മനുഷ്യർക്കും നന്മ എത്തിക്കുന്ന സാലിഹ്യങ്ങളായ മക്കളാക്കണേ റഹ്മാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ഖൈറായ കാര്യം നിന്നോട് ചോദിച്ചിട്ടുണ്ടോ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം തിന്മയിൽ നിന്ന് രക്ഷ തേടിയോ അതിൽ നിന്ന് ഞങ്ങളെ ലോക മുസ്ലിങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. കരുണാവാരിധിയായ അള്ളാഹുവേ, കാരുണ്യവാനായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഈ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേർ ഹജ്ജിനായിട്ട് വന്നിട്ടുണ്ട് റബ്ബേ. നീ അവർക്ക് എല്ലാ അനുഗ്രഹവും എല്ലാ ആവശ്യങ്ങളും അവരുടെ സാധിച്ചു കൊടുക്കണേ റബ്ബേ. ആഫിയത്ത് നൽകണേ, പരിപൂർണമായ ആഫിയത്തോടുകൂടി അറഫയിൽ നിൽക്കാൻ, മുസ്ദലിഫയിലേക്ക് നടക്കാൻ, ജംറയിൽ എറിയാനൊക്കെ അവർക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ദുആക്കളെ നീ സ്വീകരിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജ് ചെയ്യണം റബ്ബേ. ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിച്ചവരുണ്ട്, ചെയ്യാൻ പറ്റാതിരുന്നവരുണ്ട് റബ്ബി. അവർക്ക് വേണ്ടി പകരം ഹജ്ജ് ചെയ്യാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബി, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാ ഹിദായത്ത് നസീബാക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അന്തൽ ഗഫൂറുർ റഹീം ഫൻസുർനാ യാ ഖൈറൻ നാസിരീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.